കാണാതെ പറയോ ഏതൊരു വേർഡ് പറഞ്ഞാലും പിന്നെ അവിടെ ഉണ്ട് കസാര എടുത്ത് കൊടുക്കാം ഒരു കസേരയോടെ പോകും ഇവിടെ ഒരു വരി ഇട്ടോ ബാക്കിലോട്ട് ഇല്ല കുഴപ്പമില്ല സ്റ്റേ ഇപ്പം ഇനിയിപ്പോൾ ഒരു ചെയർ കൂടെ ഇടാം അല്പം കൂടെ മുന്നോട്ടിട്ടാൽ മതി ഒരു വരി കൂടി ഇടാം ഇങ്ങോട്ട് നിൽക്കുള്ളൂ എല്ലാരും ഒരുമിച്ച് തുടങ്ങാത്തതിന്റെ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവും മാത്രമേ ബാക്കി പ്രശ്നമൊന്നുമില്ല എല്ലാരും ഒപ്പായില്ലെങ്കിൽ കറക്റ്റ് ആയിരുന്നു ഇതിപ്പോ കുറച്ചാൾക്കാർ നേരത്തെ തുടങ്ങിയപ്പോൾ നിങ്ങൾ സബോറായി കുറച്ച് വെയിറ്റ് ചെയ്യാം എല്ലാരെയും കൂട്ടാൻ മതി കേട്ടോ അതെന്താ വെച്ചാല് നിങ്ങള് ഫസ്റ്റ് തുടങ്ങുന്നവർക്ക് ആണെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒന്നും കൂടി ആയിക്കോളല്ലോ അറബിയില് ഏത് ഭാഷയിലും അതിൻ്റെതായ ഒരു നിയമങ്ങൾ ഉണ്ടാവും ഒരു കസേര കൊടുത്തെടുത്തു കേട്ടോ മതി അപ്പൊ ഏത് ഭാഷയിലും എന്താ വെച്ചാല് അതിലെ വേർഡുകൾ വരുമ്പോ ഒന്നുകിൽ അതിലെ വേർഡ് എന്തായിരിക്കും ഇതായിരിക്കും ഒരു ക്രിയയായിരിക്കും ഒരു എന്താ പറയാ ഒരു പ്രവൃത്തിയായിരിക്കും വർക്ക് എന്തെങ്കിലും ഒരു വർക്ക് അത് ചെയ്താല് ഒരാളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അവന്റെ വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ ഏത് വേർഡ് ഉപയോഗിക്കുകയാണെങ്കിലും ആ വേർഡിനെ പറ്റി അതൊരു വർക്കിനെ സൂചിപ്പിക്കുന്ന വേർഡായി അതിനിപ്പോ അറബിയിൽ എന്ത് പറയും ഫിയലിന്ന് പറയും അറബിയിൽ അതിന് പേര് എന്തെങ്കിലും ഒരു വർക്ക് അപ്പൊ ഇവിടെ എന്താ ജലസേന ഇതിനൊരു പേര് ചെയ്താ പറയാ വർക്ക് എന്താണ് ഇരുന്നു എന്നുള്ളത് ഇതൊരു പണിയാണല്ലോ ഇരിക്കുക എന്നുള്ളൊരു പണി കഥവ എഴുതി അതൊരു പണിയാണ് പോയി അതൊരു പണിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനെയൊക്കെ പറയാ ഫിയല് എന്നാണ് പ്രവൃത്തി ഫിയല് എന്നാണ് അപ്പോ ഇവിടെ എന്താ ഉള്ളത് ഇത് ഏതെങ്കിലും ഒരു കാലത്തോട് യോജിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കാലത്തിന്റെ മേൽ അറിയിക്കുന്നില്ലേ ജലസ ഇരുന്നു കഴിഞ്ഞു പോയില്ലേ ഒന്ന് അങ്ങനെ അറിയിക്കും അതല്ലെങ്കിൽ ഇരിക്കും എന്ന് പറയും അപ്പൊ ഇതിന് വേറെ വേർഡാണ് അപ്പൊ ഭാവി കാലത്തിന്റെ മേൽ അറിയിക്കും അതല്ലെങ്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു വർത്തമാന കാലത്തിന്റെ മേൽ അറിയിക്കും അപ്പൊ ഈ പേര് എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും 3 കാലങ്ങളിൽ നിന്നൊരു കാലത്തിന്റെ മേൽ അറിയിച്ച് സ്വന്തം ഒരർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്നതാണ് പേര് നമ്മളെല്ലാരും അത് ആലോചിക്കേണ്ട കാര്യമില്ല ഏതൊരു പ്രവൃത്തിയാണെങ്കിലും ഒന്നുകിൽ കഴിഞ്ഞ പ്രവൃത്തിയായിരിക്കും അല്ലെങ്കിൽ വരാൻ പോണ പ്രവൃത്തിയായിരിക്കും അല്ലെങ്കിൽ നടന്നുകൊണ്ടായിരിക്കും ഈ 3 അല്ലാത്തൊരു പ്രവൃത്തി ഉണ്ടാവൂല മനസ്സിലായില്ലേ അപ്പൊ നമ്മള് ഇത് പിന്നെ ഈ ഫീലിനെ പറ്റി ചോദിക്കുക എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞ കാലത്തെ കുറിച്ച് അറിയിക്കുന്നതാണോ എന്ന് ചോദിക്കും ഇത് എന്താണ് കഴിഞ്ഞ കാലത്തെ കുറിച്ച് അറിയിക്കുന്നത് ഇരുന്നൂന്നല്ലേ ഇരിക്കുന്നോ അല്ലെ ഇരിക്കുന്നു അല്ലല്ലോ അല്ലെ അപ്പൊ അത് കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കുന്ന ഇതിനെയാണ് മാതി എന്ന് പറയാം മാതി എന്ന് പറയും കഴിഞ്ഞ കാലം അറബികൾ പ്രയോഗിക്കുന്നുണ്ടോ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും മാതി അറബികൾ പ്രയോഗിക്കുന്നു കഴിഞ്ഞ മാസം ഉപയോഗിക്കാറില്ലേ അപ്പൊ കഴിഞ്ഞു എന്നുള്ളത് അപ്പൊ കഴിഞ്ഞ കാലത്തിന്റെ മേൽ അപ്പൊ ഇരുന്നു എന്ന് പറയുമ്പോ മാതിയാണ് മാതി പറഞ്ഞ ഭൂതകാലത്തിന്റെ മേൽ അറിയിക്കുന്നു നിങ്ങള് പിന്നെ ഫസ്റ്റിലുള്ളവര് എന്ത് ചെയ്താൽ മതി മാതി എഴുതിയിട്ട് ഭൂതകാലം എന്ന് എഴുതി കൊടുത്താൽ മതി മറക്കാതിരിക്കാൻ മാതി അപ്പൊ ഉദാഹരണങ്ങൾ എഴുതിന്റെ എന്താണെന്നല്ലോ ഈ ഫീൽഡ് എഴുതി കൊടുക്കുക ഒരു മൂലയില് എന്നിട്ട് അതിനൊരു ഉദാഹരണം ജലസ കൊടുക്കുക ഇവിടെ ഫെയിൽ എഴുതിയിട്ട് ഇവിടെ ജലസ കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതിന്റെ ഓരോ അകത്തുള്ള ആശയങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ട് അത് ഞാൻ ഓരോന്ന് പറഞ്ഞു അത് ഇതുപോലെ ചോട്ടിൽ എഴുതണം കേട്ടോ ഇവിടെ ഫിയല് നിങ്ങൾ എഴുതി ഫിയൽ എഴുതി ഇനി തൊട്ട് പുറത്ത് ജലസ എന്ന് എഴുതി ജലസ ജലസ അപ്പൊ എന്താ ഈ ജലസ ഒരു പ്രവൃത്തിയാണ് കേട്ടോ അപ്പൊ ഈ ജലസിയിൽ എന്താ ഉള്ളത് ഇത് കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കുന്നു അതുപോലെ ഒരുപാട് സംഭവമൊന്നുമില്ല ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ കാണാപ്പാടം പഠിച്ചാൽ പിന്നെ വരുന്ന മുഴുവൻ വീടുകളും നിങ്ങൾ കാണാപ്പാടം പഠിക്കും അല്ലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ എഴുതിയല്ലേ മനസ്സിലായില്ലേ ഫിയല് പറഞ്ഞ പ്രവൃത്തി അത് പ്രവൃത്തി ഏതൊക്കെയുണ്ട് ഒന്ന് മാതിയാണ് അതാണ് ജലസ
ഈ മുതാരി ഉണ്ട്, അത് വരാണ്ട് അത് നമ്മൾ പിന്നെ പഠിക്കും, മനസ്സിലായില്ലേ? അതിലാണ് വർത്തമാനവും ഭാവിയും ഒക്കെ പറയാനുള്ളത്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ എന്ത് ചെയ്തു വെച്ചാല് പിന്നെ മാവിയാണ് പറയുന്നത്. അപ്പൊ ഈ സാധനം ഫിഅലിന് ഉദാഹരണം ജലസ. അപ്പൊ ഈ ജലസനെ പറ്റി ഇത് നമ്മൾ എന്താ പറയുക, ഇതൊരു വേർഡല്ലേ, ജലസ ഒരു വേർഡല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയുക, ഇതൊരു വേർഡാണ്. ഇതാ ഞാൻ എഴുതിച്ചിരിക്കും സീറത്തുൻ. സീറത്തുൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ വേർഡ് എന്ന് പറയും കേട്ടോ. സീറത്തുൻ കേട്ടോ, അറബിയിൽ വേർഡിന് സീറ എന്നാ പറയാ. സീറത്തുൻ അവിടുന്ന് കിട്ടിയോ? വേറെ എല്ലായിടത്തും ഇല്ലേ? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. അപ്പൊ സംഭവം മനസ്സിലായില്ലേ? അപ്പൊ ഇതെന്താ വെച്ചാല് ഇതൊരു ജലസ എന്ന് പറഞ്ഞത് ഒരു വേർഡാണ്. അപ്പൊ അറബിയിൽ നമ്മള് വേർഡിന് എന്താ പറയാ, സീറത്തിന്റെ ഒരു സീറയാണ്. എന്നിട്ട് ഇത് അവൻ ഒരു പുരുഷൻ ഇരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അവൻ ഒരു പുരുഷൻ ഇരുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതെന്താണ്, ഏകവചനം. ഒരു പുരുഷൻ ഇരുന്നു പറയും. ഇനി നമ്മളിത് കുറെ ആൾ ഇരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതും ഇതിനെ മാറ്റം ജലസു എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ ഈ സ്വല്പം സ്റ്റാർട്ടിങ്ങിലുള്ള ആ ചെറിയ മാറ്റങ്ങളിൽ പഠിച്ചാൽ പിന്നെ ബാക്കി നന്നായിട്ട് ലെവലാവും കേട്ടോ. അപ്പൊ ഇത് ഏകവചനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഏകവചനത്തിന് അറബിയിൽ വാഹിദാൻ എന്ന് പറയും കേട്ടോ. വാഹിദാൻ, വാഹിദാൻ കേട്ടോ, വാഹിദാൻ ഏകവചനം. വാഹിദ് എന്ന് അറിയില്ലേ, അബ്ദുൽ വാഹിദ്, അഹദ് എന്നൊക്കെ പറയില്ലേ, വാഹിദാൻ ഇതിന്റെ ചോട്ടില് കേട്ടോ. അപ്പൊ ഈ ജലസ എന്ന് പറയുമ്പോ ഇതൊരു വേർഡാണ്. അവൻ ഒരാൾ ഇരുന്നു എന്ന് പറയുമ്പോ ഒരാൾ ഇരുന്നു എന്ന് പറയുമ്പോ എന്താ, ഈ വാഹിദാനായി. വാഹിദാൻ എന്ന് പറയുമ്പോ ഏകവചനം, ഏകവചനം കേട്ടോ. വാഹിദാൻ എന്ന് പറഞ്ഞാൽ ഏകവചനം. വാഹിദ്, അഹദ് ശരിയല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഇത് കഴിഞ്ഞാല് ഇത് ഒരു വേർഡാണ്, ഇത് ഏകവചനമാണ്. ഏകവചനത്തിന് നമ്മൾ എന്ത് ചെയ്തു, വാഹിദാൻ എഴുതി കൊടുത്തു. ഇത് ചോട്ടില് വേർഡ് നിലയിൽ സീറാൻ തരും. അപ്പൊ സീറത്ത് വാഹിദാൻ നിങ്ങളുടെ കയ്യിലായി. അപ്പൊ ഈ ജലസ കാണുമ്പോ നിങ്ങൾ എന്താ പറയാ, സീറത്ത് വാഹിദാൻ, അത് ഏകവചനത്തിന്റെ വേർഡാണ്. സീറത്ത് വാഹിദാൻ അത് ഏകവചനത്തിന്റെ വേർഡാണ്. ഇത് നിങ്ങൾ ഒരു വേർഡാണ് പറഞ്ഞ് പഠിച്ചു വെച്ചാ പിന്നെ നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ, മരണം വരെ എന്താണ് അതവിടെ കയ്യിലുണ്ടാവും. അപ്പൊ പിന്നെ ഏത് ഏകവചനത്തിന്റെ വീട്, ഇത് ഏകവചനാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാവും. അപ്പൊ അവിടെ കുറെ ആളുകൾ എന്നുള്ള അർത്ഥം നമ്മൾ പറയില്ല. അവിടെ ഒരാൾക്കുള്ള അർത്ഥേ കൊടുക്കുള്ളൂ നമ്മള്, വേറെ അർത്ഥങ്ങൾ വരൂല കേട്ടോ. അപ്പൊ ജലസ ഇത് പിന്നെ രണ്ടാളെ സൂചിപ്പിക്കണമെങ്കിൽ ജലസാന്ന് പറയും, സീനിനെ നീട്ടി കൊടുക്കും, മനസ്സിലായില്ലേ? ഒരാളാവുമ്പോൾ ഇപ്പൊ ഈ ജലസ എന്ന് പറയും. ഇപ്പൊ കത്തബാ എഴുതി, അവൻ ഒരാളെ എഴുതി, അത് കുറെ ആളെ രണ്ടാളെ എഴുതി എന്നാണെങ്കിൽ കത്തബാ എന്ന് പറയും. അപ്പൊ ആ മാറ്റങ്ങൾ ഇങ്ങനെ കാണുമ്പോഴേക്കും അർത്ഥം ഇങ്ങനെ വേർതിരിച്ച് വരും. നമുക്ക് അറബിയിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരേ വേർഡ് തന്നെ വരിക, അത് ഒരു വേർഡ് ഏകദേശം ഒരു പിന്നെ ഒരു 100ന്റെ അടുത്ത് രൂപത്തിലേക്ക് മാറി മറിഞ്ഞു വരും. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്വല്പം ഒരു 10 പഠിക്കുമ്പോഴേക്ക് 14 പഠിച്ചാൽ അപ്പൊ തന്നെ ഒരു ഏകദേശം ഒരു 80 നമ്മൾ മാറിയിട്ടുണ്ടാവും. 80 വേർഡ് നമ്മളെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. നമ്മളത് അതിൽ കടക്കുമ്പോഴാണ് നമുക്കറിയാം ഇതൊക്കെ തോന്നിയിൽ വന്നല്ലോ എന്നുള്ളത്, മനസ്സിലായില്ലേ? അപ്പൊ അത് എളുപ്പം. അപ്പൊ ഏകവചനമാണ്. പിന്നെന്താണ്, പുല്ലിംഗ് അല്ലേ, അവൻ ഒരു പുരുഷൻ ഇരുന്നു എന്നല്ലേ പുല്ലിംഗം. പുല്ലിംഗത്തിന് അറബി പറയാം മുദക്കർ എന്നാണ് പുല്ലിംഗത്തിന്. അപ്പൊ നിങ്ങൾ ഇത് എന്താ വെച്ചാൽ സീഗത്ത് വഹദാൻ മുദക്കർ, ഇത് പുല്ലിംഗാണ്. അവൾ ഒരു സ്ത്രീ ഇരുന്നു എന്ന് അർത്ഥം നമ്മളിവിടെ പറയില്ല. അവൾ ഒരു സ്ത്രീ ഇരുന്നു എന്ന് പറയില്ല. ഏത് പുസ്തകങ്ങളിലാണെങ്കിലും ഏത് പിന്നെ പത്രങ്ങളിലാണെങ്കിലും ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് പഠിക്കേണ്ടിയല്ലോ. അപ്പൊ ജലസ എന്ന് പറയുമ്പോ എന്താണ്, പുരുഷനായി. പെണ്ണാണെങ്കിൽ എന്തേക്കാരം ജലസത്ത് എന്നാണ് പറയുന്നത്. ജലസത്ത്, കതബത്ത്, റഹബത്ത് എന്ന് പറയും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് വേറെ തിരിച്ചറിഞ്ഞു ഇത് പുല്ലിംഗാണ്. സ്ത്രീലിംഗാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, താഴുണ്ടാവും, സുക്കൂനുള്ള താഴുണ്ടാവും. അതില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചത് പുല്ലിംഗാണ്. അപ്പൊ ഇവിടെ എന്തിന്റെ ഉള്ളിൽ മുദക്കർ എഴുതി പുല്ലിംഗമാണ് അല്ലെ. പിന്നെ വായിബ് എന്ന് പറഞ്ഞാല് അവൻ ഒരു പുരുഷൻ ഇരുന്നു എന്നല്ലേ. അവനാന്ന് പറയുമ്പോ ആളുപടല്ലോ, നീ ഇരുന്നു എന്ന് പറയുമ്പോഴല്ലേ ഹാജറാവുള്ളൂ. അപ്പൊ അവൻ എന്ന് പറയുമ്പോ ജലസനെ കാണുമ്പോ നമ്മൾ അതിന് അവൻ എന്ന അർത്ഥം പറയുന്നത്. അപ്പൊ എന്താ ഈ സ്ഥലത്തില്ലാത്ത ആളാണ്, നീ കൂടെ പോയി അല്ലെ. അതിന് വായിബ് ഇട്ട് കൊടുത്തു ചൂട്ടില്. അപ്പൊ എന്താ ഈ സ്ഥലത്തില്ലാത്ത ആളാണ് ബോധ്യായി.
അല്ലേ? ഓയിബ് എന്ന് പറയില്ലേ? ഇവിടുന്ന് മറഞ്ഞ ആളാണ്, ഇവിടെ എല്ലാ ആൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ജലസ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് വീട് എന്ന് പറയുമ്പോൾ സിയത്ത് വഹദാൻ മുദക്കർ വായു. അപ്പൊ നമുക്ക് എന്തായി? ഇത് ഏകവചനത്തിന്റെ വേർഡാണ്, പുല്ലിംഗമാണ്, സ്ഥലത്തില്ലാത്ത ആളെ സൂചിപ്പിക്കുന്നതാണ്. മനസ്സിലായല്ലേ? അപ്പൊ നിങ്ങള് സിഹത്ത് എഴുതി, വേർഡ് വഹദാൻ ഏകവചനം, മുദക്കർ പുല്ലിംഗം, വായിബ് സ്ഥലത്തില്ലാത്തവരെ സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലോ? അത് എഴുതിയോ? റെഡിയാക്കിയോ? വളരെ ഈസിയാണ് ഇത്. തുടക്കത്തിൽ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാല് ഈസിയാണ്, ഇല്ലെങ്കിൽ ഭയങ്കര ഉൽമാനായി. എത്ര പറഞ്ഞാലും തലയിൽ കയറൂല. ഒരു പാഠം കഴിഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. പക്ഷെ ഫസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ സ്റ്റാർട്ടിങ് അറബി ഭാഷയുടെ തുടക്കം ഇങ്ങനെയാണ്, ഇവിടുന്നേ തുടങ്ങുള്ളൂ. പക്ഷെ ഈ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പ്രോബ്ലം വന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പഠിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മള് മറ്റവരൊക്കെ പഠിച്ച് നിൽക്കുകയാണ്, നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ നിങ്ങൾ ഇത് പഠിക്കാതെ പോയാൽ നിങ്ങൾ ആകെ ഇടങ്ങാറാണ്. ശരിയല്ലേ? അപ്പോ ശരിയായില്ലേ? സിയത്ത് എന്ന് പറഞ്ഞ അർത്ഥം വേർഡ്, വഹദാൻ മുദക്കർ വായിബ് സ്ഥലത്തില്ലാത്ത, അല്ലേ? ഓക്കെ, അപ്പൊ ഈ ജലസ എന്ന് പറയുമ്പോ നമുക്ക് എന്ത് കിട്ടി? ജലസന്റെ സീഗ പറയണം എന്ന് പറയുമ്പോ സിയത്ത് വഹദാൻ മുദക്കർ വായിബ്. സിയത്ത് വഹദാൻ ഏകവചനമാണ്, മുദക്കർ പുല്ലിംഗമാണ്, വായിബാണ് സ്ഥലത്തിലാണ്. പിന്നെന്താണ്? പ്രവർ ഇരുന്നു എന്നല്ലേ? ഇരുന്നിട്ടില്ല എന്നല്ലല്ലോ? ഇരുന്നിട്ടില്ല എന്നാണെങ്കിൽ നെഫി ആയിരിക്കും. അത് നെഫി എന്നാണ്. ഇരുന്നു എന്നാകുമ്പോഴോ അനുവാദ ക്രിയയാണ്, മുസ്ബത്താണ്. മുസ്ബത്ത് കേട്ടോ. അപ്പൊ ഇവിടെ ഇസ്ബാത്ത് കണ്ടോ? അസ് ഇസ്ബാത്ത്, അസ് ഇസ്ബാത്ത്, അസ് ഇസ്ബാത്ത്. മനസ്സിലായിട്ടുണ്ടോ? ഇത് അനുവാദ ക്രിയയിൽ നിന്നുള്ളതാണ്. അസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്നാണ് അർത്ഥം. അസ് ഇസ്ബാത്ത് അനുവാദ ക്രിയയിൽ നിന്നുള്ളതാണ്. അതായത് ഇരുന്നു എന്നാണ് പറയുന്നത്, ഇരുന്നില്ല എന്നല്ല, ഇരുന്നു. മനസ്സിലായോ? അസ് ഇസ്ബാത്ത് ഇരുന്നു എന്ന്, അതായത് അനുവാദ ക്രിയയാണ്. ഇരുന്നില്ല എന്നാണെങ്കിൽ അത് നെഫി എന്നാ പറയാം. നെഫിന്റെ നേരെ വിപരീതാണ് ഇസ്ബാത്ത്, മുസ്ബത്ത് എന്നൊക്കെ പറയും. മനസ്സിലായോ? നോട്ട് ചെയ്തില്ല എല്ലാരും? അത് ഇസ്ബാത്ത്. അപ്പൊ അവന് ഇരുന്നു അനുവാദ ക്രിയയാണ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എന്ത് വരുന്നല്ലോ? നിങ്ങൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോ എന്താണ്? ഇതൊരു ക്രിയയാണല്ലോ. അപ്പൊ കർത്തരി ഭൂതകാല അനുവാദ ക്രിയയിൽ നിന്നുള്ള ഏകവചനത്തിന്റെ പുല്ലിംഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒപ്പിച്ച് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ നേരത്തെ പഠിക്കുക. അപ്പോ വേർഡാണ്, ഏകവചനമാണ്, പുല്ലിംഗമാണ്, സ്ഥലത്തില്ലാത്ത ആളെ സൂചിപ്പിക്കുന്നതാണ്, അനുവാദ ക്രിയയാണ്. അസിസ്ബാത്ത് അനുവാദ ക്രിയയിൽ നിന്നുള്ളതാണ്. അപ്പൊ ഈ ജലസ എന്താന്നാ ചോദിക്കുന്നത്? ജലസ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു വേർഡാണ്, അറബിയിലുള്ള ഒരു വേർഡാണ്. പിന്നെ അത് ഏകവചനമാണ്. ഒരാൾ ഇരുന്നു എന്നാണ് അർത്ഥം പറയാൻ പാടുള്ളൂ. രണ്ടാളെയും പറ്റൂല, കുറെ ആളെയും പറ്റൂല, അവത് മാത്രമേ ഉള്ളൂ. മുദക്കർ പുല്ലിംഗം അവൻ എന്നാണ് പറയുള്ളൂ, അവൾ എന്നോട് ഉപയോഗിക്കൂല. വായിബ് ഇവിടെ സ്ഥലത്തില്ലാത്തവരാണ്. സ്ഥലത്തുള്ളവരാണെങ്കിൽ നീ എന്നാ പറയാ, സ്ഥലത്തില്ലാത്ത അവൻ എന്ന് പറയും. പിന്നെ അസിസ്ബാത്ത് പ്രവർത്തിച്ചു, ഇരുന്നു എന്നാണ്, ഇരുന്നില്ല എന്നല്ല. ഇരുന്നില്ല എന്നാണെങ്കിൽ നെഫി എന്നാ പറയാ. ഇരുന്നു എന്ന് പറയുമ്പോ ഇസ്ബാത്ത് മുസ്ബത്ത് അനുവാദ ക്രിയയാണ്. ശരിയല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇരുന്നു എന്നാണല്ലോ. അപ്പൊ ഏത് കാലത്തിന്റെ പേരിൽ അത് അറിയിക്കും? നമ്മൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു കാലത്തിന്റെ പേരിൽ അറിയിക്കും. ഭൂതകാലത്തിന്റെ പേരിൽ അറിയിച്ചു, അല്ലെ? അപ്പൊ മാവി എന്നാണ് പറയാ, ഭൂതകാലത്തിന് മാവി. അപ്പൊ ഇത് ഫീല് മാവി, ഇത് മാവിയായ ഫീലാണ്. മാവിയായ ഫീൽ എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. ജലസ ഇരുന്നു. നമ്മളെന്താ പറയാ, അർത്ഥം അറിയാതെ നമ്മൾ ജലസ കണ്ടു, ഇരിക്കുക എന്നുള്ള അർത്ഥം അതിനുണ്ട് എന്ന് പറയാം. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ഇരിക്കൽ എന്ന് പറയാൻ വെക്കും. ഇരിക്കൽ എന്ന് പറയുമ്പോ ഇരുന്നു എന്നും പറയില്ല, ഇരിക്കുന്നും പറയില്ല, ഇരിക്കുന്നു എന്നും പറയില്ല. നമ്മൾ ഇരിക്കൽമേ ചെന്ന് നിൽക്കും. അർത്ഥം എന്താണ്? അവിടെ എങ്ങോട്ടാണ് തിരിയില്ല. അത് തിരിയണമെന്നുണ്ടെങ്കിൽ ഏത് അറബി വേർഡ് കണ്ടാലും തിരിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കള്ളിയിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ പെട്ടെന്ന് തിരിയും. പിന്നെ ഓരോ വേർഡ് വരുന്നതിനനുസരിച്ച് ഇതിന്റെ അടിയിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ മാറിയുള്ളൂ. ഈ പഠിച്ചു വെച്ചത് അച്ഛൻ പഠിച്ചു വെച്ചാൽ പിന്നെ ഇനിയിപ്പോ ജലസ കഴിഞ്ഞാൽ ജലസാന്നാവുമ്പോ എന്താണ്? ദിവചനം. അപ്പൊ ഇവിടെ ആകപ്പാടെ മാറുന്തുള്ളൂ വെച്ചാല് ഏകവചനം എന്നുള്ളത് തെസ്നിയാകും, ഹുവ എന്നുള്ളത് ഹുമിയാകും. ബാക്കിയുള്ളൊക്കെ അത് അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ ഏതായിരുന്നാലും ജലസ പേര് മാറി കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിച്ചു, അല്ലേ?
അവനൊരു പുരുഷൻ ഇരുന്നു. മാതിയാണ്, ജലസം മാതിയാണ്. ഇത് മുതാരി ആകുന്ന രംഗത്ത്. അപ്പൊ ഞാൻ മനസ്സിലാക്കാം കേട്ടോ. യജിലിസു, ഇത് ഈ വ്യത്യാസം ശരിക്കും ഓർമ്മയിലുണ്ടാണ് കേട്ടോ. ഇവിടെ അവ്യക്തത വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. അതായത് ഇപ്പൊ യജിലിസു അല്ലേ, യജിലിസു ആകുമ്പോ ഇത് മാതി അല്ല, ഇത് മുതാരി എന്ന് അതിന് പറയാം. മുതാരി എന്ന് പറയാം. പിന്നെ മുതാരി, ഇപ്പൊ ഇത് മുതാരിയാണ്. ഇപ്പൊ ഇതിൽ എന്താ രണ്ടർത്ഥം ഉണ്ട് ഇതില്. ഇതെന്താ ചോദിച്ചാൽ അവൻ ഇരിക്കുന്നു എന്ന് പറയാം. അവൻ ഇരിക്കുന്നു, അപ്പൊ വർത്തമാനകാലായി അവൻ ഇരിക്കുന്നു. അതേപോലെ തന്നെ അവൻ ഇരിക്കും എന്നും പറയുന്നത്. പക്ഷെ എന്താ മുമ്പിലെ വേർഡുകളും പിന്നിലുള്ള വേർഡുകളും കാണുമ്പോഴാണ് നമുക്ക് ഇരിക്കുന്നു എന്നാണോ ഇരിക്കും എന്നാണോ തീരുമാനിക്കാൻ പറ്റുള്ളൂ. സന്ദർഭത്തിൽ നിന്നാണ് മനസ്സിലാവുക. പക്ഷെ ഇനി നമുക്ക് ഇരിക്കും എന്ന് തന്നെ പറയണം. ഇരിക്കും എന്ന്, അവൻ പിന്നീട് ഇരിക്കും തന്നെ പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ ഞാനാണ് കാണിക്കുന്നത്. സയഫ്അലു, സയജ്ലിസു. അപ്പൊ ഈ ഫയൽ ഉണ്ടല്ലോ, ഫയൽ എന്ന് പറഞ്ഞേ, ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ ഒരു സീന് കൂട്ടി കൊടുക്കും. അപ്പൊ സീന് കൂട്ടി കൊടുത്താൽ ഭാവിയിൽ ഇരിക്കുന്നേ അർത്ഥം പറയാൻ പാടുള്ളൂ. മനസ്സിലല്ലേ? അപ്പൊ ഈ വർത്തമാനകാലം വരില്ല. ഇതിന് യജ്ലിസു എന്നുള്ളതിന് മുലാരി എന്ന് പറയാൻ കാരണം എന്താ? മുലാരി എന്ന് പറഞ്ഞാൽ രണ്ടിനും സാദൃശ്യത ഉള്ളത് എന്നാണ്. എന്തിന്? വർത്തമാനത്തിനും സാദൃശ്യത ഉണ്ട്, ഭാവിക്കും സാദൃശ്യത ഉണ്ട്. അതുകൊണ്ട് അതിന് മുലാരി എന്ന് പറയുന്നത് യജ്ലിസുവിന്. മനസ്സിലായില്ലേ? അപ്പോ മൂന്ന് കാലങ്ങൾ, പിന്നെ ഇതും കൂടിയാൽ തന്നെ മൂന്നെണ്ണായി. ഇവിടെ എന്താ രണ്ട് കാലത്തിനും അറിയിക്കുന്നത്. പക്ഷെ മുമ്പുള്ള വേർഡും പിന്നിലുള്ള വേർഡിനെ കാണുമ്പോഴാണ് നമുക്കത് പിന്നീടേക്കാണോ ഇപ്പത്തേക്കാണോ വർത്തമാനത്തിനാണോ എന്നുള്ളത് തിരിച്ചറിയാം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സംഗതി മനസ്സിലായോ? സാധ്യത മനസ്സിലായോ? അതായത് ഇപ്പോ ഫയല എന്ന് പറയും. ഇവിടെ ഫീല് വിട്ടുവിടാം കേട്ടോ. നമ്മൾ ജലസമ്മതിക്കാൻ ഇട്ടോളി. ഫയല ഒരു പ്രവൃത്തി, അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു അല്ലെ? ഈ അവനൊരു പുരുഷൻ പ്രവർത്തിച്ചു എന്നുള്ളത് മാതിയാണ്, ഭൂതകാലം. ഇനി നമ്മൾ അതിനെ ഭാവി കാലത്തിനാക്കുമ്പോ എന്ത് ചെയ്യും? അങ്ങനെ യജ്ലിസു എന്നാക്കിയാൽ അവൻ പിന്നീട് ഇരിക്കും എന്നും അർത്ഥം പറയാം, അവൻ ഇരിക്കുന്നു എന്നും പറയാം. അവൻ ഇരിക്കുന്നു, അവനെന്താ അവിടെ ഇരിക്കുന്നു എന്നറിയാം, ഇരിക്കുന്നു എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ രണ്ടിനും പറയും ഈ യജ്ലിസു എന്നുള്ളത്. ഇരിക്കുന്നു എന്നുള്ളതിനും പറയും, ഇരിക്കും എന്നുള്ളതിനും പറയും. മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് എന്ത് വേണം? അവൻ ഇരിക്കും എന്ന അർത്ഥം മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ എന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ, അത് രണ്ടിനും സാദൃശ്യത ഉള്ള രംഗം വന്നാൽ അവ്യക്തത വരും എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സീന് കൂട്ടുക. ഖുർആനിലുണ്ടല്ലോ സയഖൂലു സുഫഹാ, വിഡ്ഢികൾ പിന്നീട് പറയും. ഖുർആനിലെ പ്രയോഗം. കാരണം എന്താ വെച്ചാൽ അവിടെ അവരുടെ ഭാവിയെ പ്രത്യേകം പരാമർശിക്കേണ്ടത് കൊണ്ട് സീന് കൂട്ടി കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും. അതെ. അപ്പൊ ഇരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പുള്ളയും പിമ്പിലുള്ളയും വേർഡ് വരണം. അതേസമയത്ത് ഇരിക്കും എന്ന് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് സീനോ അതുപോലെ സോഫയും കൊടുക്കും. അത് വേർഡ് വ്യത്യാസമല്ലേ? നമ്മൾ ഇതിനോട് സാദൃശ്യപ്പെടുത്തി പറയണം കേട്ടോ. സയജ്ലിസു ഇരിക്കും, പിന്നീട് ഇരിക്കും. സൗഫയജ്ലിസു പിന്നീട് ഇരിക്കും. വഴിയെ പിന്നീട്. അപ്പൊ എന്താ വെച്ചാല്, അപ്പൊ വർത്തമാന കാലത്തിന്റെ മേൽ അറിയിക്കണം. അത് വർത്തമാന കാലത്തിന് മാത്രമേ എന്നുള്ള വരണമെന്നുണ്ടെങ്കിൽ മുന്നിലെയും പിന്നിലെയും വേർഡ് വിലയിരുത്തിയിട്ടാണ് ചെയ്യാം. അത് സ്ഥാനത്ത് ഇതിനെന്ത് ചെയ്യും? ഇങ്ങനെ ഒരു അവസരമുണ്ട്. പിന്നീട് എന്ന് പ്രത്യേകമാക്കാൻ സീന്, അതുപോലെ ഖദ്, സൗഫ, ഈ മൂന്ന് അറബി വേർഡുകൾ തുടക്കത്തിൽ കൊടുത്താൽ മതി. ഇപ്പൊ ഉദാഹരണം പറയാണ്, നമ്മളൊരാളെ പറ്റി ഖദ് യദ്ഹബു, ചിലപ്പോ അവൻ പോകുന്നത്. ഖദ് യദ്ഹബു, അപ്പൊ എന്തായി? പോകും എന്ന് തന്നെ അർത്ഥം വന്ന അവിടെ. ചിലപ്പോൾ എന്ന് പറയുമ്പോ ഖദ് എന്നുള്ള അക്ഷരം ഈ അത് മാലിയിൽ കഥ കടന്നാൽ, ഇപ്പൊ കഥ ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്ന് ഉറപ്പിച്ച് പറയാനാണ്. മാലിയില് ഭൂതകാലത്തിന്റെ മേലെ അറിയിക്കുന്ന വീടില് കഥ എന്ന് പറഞ്ഞാല്
അത് ഉറപ്പിച്ചു. ഇതിനെ മാതിന് ഉറപ്പിക്കാൻ വേണ്ടി 200 എന്നുള്ള ഉറപ്പാണ്. അപ്പൊ നമ്മള് പറയാണ് അവന് അവിടെ ഇരുന്ന് വെച്ചു ജലസ് ഉറപ്പായിട്ടും അവിടെ ഇരുന്നു പറഞ്ഞു. അതേ സ്ഥാനത്ത് മുതാരിയിലേക്ക് അത് വന്നാലോ ചിലപ്പോൾ നടന്നു. മനസ്സിലായില്ലേ? അതായത് ഭാവികാലത്തെ കുറിച്ച് അറിയിക്കുന്ന വേർഡിൽ കഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നറിയാം. അപ്പൊ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഉറപ്പായും അർത്ഥത്തായി ഭാവിക്കായി. ചിലപ്പോൾ അവൻ ഇരിക്കുന്നു എന്ന് പറയോ, അവിടെ പോകുമല്ലോ. അപ്പൊ ഉറപ്പായിട്ടും അതിനാണ്ട് ഭാവികാലത്തിന്റെ പേരിൽ പ്രത്യേകമാക്കിക്കളെ കഥ വരുമ്പോ. ഓക്കെ, അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ പലതും വന്ന് കൂടുന്നതുകൊണ്ട് നമ്മളത് ചെറുങ്ങനെ വിശദീകരിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പൊ നമ്മള് മാറി ജലസാറാമൻ ഇരുന്ന് കഴിഞ്ഞു, ഇരിക്കുന്നതല്ല ഇരിക്കുന്നൊന്നുമല്ല. അപ്പൊ പേര് മാറി. അപ്പൊ ജലസ എന്താന്ന് വെച്ചാൽ സീഗത്ത് വഹദാൻ മുദക്കർ വായിബ് അസീസ് ഫിഅ്ല് മാദി അല്ലേ? ഓക്കെ അല്ലേ? ഇതിന്റെ അർത്ഥം നിങ്ങൾ എഴുതിയെടുത്തിട്ടില്ല എല്ലാരും? നമ്മളെന്താ വെച്ചാൽ തുടക്കത്തിൽ കുറച്ച് ഒരു 3 or 4 ക്ലാസ് അല്ലെങ്കിൽ 1 or 2 മാസം നമ്മൾ ഇങ്ങനെ പോയാലും പഠിച്ചവർക്ക് ശരിക്ക് ബൈഹാർട്ടാവും ചെയ്യും. ഉറക്കത്തിൽ വിളിച്ചാലും കാണാതെ പിടപെടവനെ പറയും ചെയ്യും. മനസ്സിലായല്ലേ? പുതിയ ആളുകൾക്ക് എളുപ്പമാവും ചെയ്യും. ശരിയായാലോ? ഫീല് മാതി. ഓക്കെ അല്ലേ? പിന്നെ അപ്പൊ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങള് ഒന്ന് പറഞ്ഞു നോക്കാനി. ഇപ്പൊ നമ്മൾ അടുത്തത് വരെ ഒന്ന് നോക്കി പറഞ്ഞാൽ സീഗത്ത് വഹദാൻ മുദക്കർ വായിബ് ഫീല് മാതി പറയാൻ പറ്റുണ്ടോ? അല്ലേ? ഓക്കെ, അതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായി. ഇനി ഈ ഫീല് മാതി. പിന്നെ അതെന്താണ്? ഈ ആളെ നിങ്ങൾക്ക് അറിയോ? ഈ ഇരുന്ന ആളെ നിങ്ങൾ അറിയുമോ? അറിയോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ അറിയില്ല അതായത് ഈ ആളെ നമുക്ക് അറിയുന്ന ആളാണോ അറിയാത്ത ആളായിരിക്കും നിങ്ങളുടെ മനസ്സിൽ? ഇങ്ങനെ പറഞ്ഞാൽ അറിയുന്ന ആളല്ലേ? അവൻ ഇരുന്നു എന്നല്ലേ? അപ്പൊ നമ്മൾ അറിയുന്ന ആളെ പറ്റിയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവനെ പറ്റി മഅറൂഫ് എന്ന് പറയും. മഅറൂഫ് അറിയുന്ന ആളാണ്. അവൻ ഇരുന്നു എന്ന് പറയുമ്പോ അവനെ നമുക്ക് അറിയുന്നോണ്ടല്ലേ അവൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഏതോ ഒരാൾ ഇരുന്നു എന്നല്ലേ പറയാ? ഏതോ ഒരാളോട് ഇരിക്കെ കിടക്ക എന്തോ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്റെ ഒക്കെ ലക്ഷണം ഉണ്ട് എന്ന് പറയും. അപ്പൊ എന്തായി? മഅറൂഫ് അല്ല, അപ്പൊ മജ്ഹൂലായി. അപ്പോൾ എന്തായി? ജലസ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് മഅറൂഫായി. അതായത് ആളെ നമുക്ക് അറിയാം അല്ലേ? എന്നിട്ട് ശരിയായില്ലേ? സീഗത്ത് വഹദാൻ മുദക്കർ വായിബ് അസീസ് ഫീല് മാദി മഅറൂഫ്. ശരിയായോ? അല്ലേ? ഓക്കെ അല്ലേ? എല്ലാരും എഴുതിയില്ലേ? നോട്ടാക്കിയില്ലേ? ഓക്കെ. മജ്ഹൂൽ എന്താ പറഞ്ഞു? മജ്ഹൂൽ അറിയപ്പെടാത്തത് ആരാണ് അറിയാം? ഇത് നമുക്ക് ആളറിയാം. ഇതിന്റെ ഓപ്പോസിറ്റ് കേട്ടോ. ഇനി ലമീർ ദറൗ ഹുവ. ലമീർ എന്ന് പറഞ്ഞാല് സർവനാമം എന്ന് പറഞ്ഞാൽ തരോ ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അന്ത, അന്തുമ, അന്തു എന്നൊക്കെ പറയില്ലേ? ഹുവ അവൻ, ഹുമ അവർ രണ്ടാള്, ഹിയ ഇവൾ, അന്ത നീ, അന ഞാന്, നഹ്നു നമ്മൾ, ഇങ്ങനെയൊക്കെ പറയില്ലേ? ഇവയാണ് സർവനാമം എന്ന് പറയുന്നത്, ലമീർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ലമീർ ദറൗ, ഇതിലുള്ള ലമീർ. ദറൗ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എന്നർത്ഥം. ലമീർ ദറൗ ഇതിലുള്ള ലമീർ ഹുവയാണ്. അപ്പൊ ഇതിലുള്ള സർവനാമം എന്താണ്? ഏതൊരു വേർഡ് വരികയാണെങ്കിലും അതിലൊരു സർവനാമം ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇപ്പൊ ജലസല്ലേ? ജലസന്റെ ഏകവചനം ജലസന്നെ, ദ്വിവചനം ജലസ, പിന്നെ ബഹുവചനം ജലസു, അതിലെ സ്ത്രീലിംഗം ജലസത്ത്, പിന്നെ അതിന്റെ ദ്വിവചനം ജലസത്ത, പിന്നെ ജലസ്ന ബഹുവചനം. ഇങ്ങനെ ഓരോന്നിലും എന്തുണ്ടാവും? അതിലൊരു ലമീർ ഉണ്ടാവും. ഇപ്പൊ ജലസ നിലയിൽ ഹുവ, ജലസാ നിലയിൽ ഹുമ, ജലസൂ നിലയിൽ ഹും, ജലസത്ത് നിലയിൽ ഹിയ, ജലസത്താ നിലയിൽ ഹുമ, ജലസ്ന നിലയിൽ ഹുന്ന. ഇങ്ങനെ ഓരോന്നിലും എന്തുണ്ടാവും? ഒരു സർവനാമം ഉണ്ടാവും. കാരണം അവൻ അല്ലെങ്കിൽ അവർ രണ്ടാൾ നിങ്ങളുടെ സൂചന നൽകണം. ഇപ്പൊ നമ്മള് പലപ്പോഴും കാണുന്നതാണ് സംഭവം. ഓടിയില്ലേ അത് സർവനാമം? ഹുവ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സർവനാമാണ്. അതായത് മൂപ്പരി പറ്റി പറയാം, ഹുവ ഇങ്ങോട്ടും പറയാം എല്ലാവർക്കും പറ്റി പറയാം. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡിനാണ് സർവനാമം എന്ന് പറയാം. എല്ലാവർക്കും പറ്റുന്നത് അല്ലെ? ഇപ്പൊ നമ്മള് എന്റെ പേര് ഉമർ എന്നായി, അത് സർവനാമല്ല, എനിക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ഇതിനെ പറ്റി ഹുവ എന്ന് പറയാം, നിങ്ങളെ പറ്റി ഇങ്ങോട്ട് ഒക്കെ പറയാം, അപ്പൊ സർവനാമം. അപ്പൊ ലമീർ എന്ന് പറഞ്ഞാൽ സർവനാമം, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിലുള്ള വേർഡ് ഹുവ. ലമീർ ദറൗ ഇതിലുള്ള ലമീർ ഹുവയാണ്. ശരിയല്ലേ? ഓക്കെ ആണോ? അപ്പൊ ഇനി എന്താ പറയാ, ഇതൊന്നും ഇനി മുദാരിയും മുസ്തഖ്ബിലും ഇതൊന്നും നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അതിൽ കൂടി പോകുമ്പോഴേക്കും മറ്റേതൊക്കെ മറക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
ഈ ജലസ എന്നുള്ള വേർഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ജലസന്റെ ഗുണങ്ങൾ ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ഇതുപോലെ ഓരോന്നിന്റെയും ഗുണങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം കേട്ടോ. ജലസക്ക് പതിന് നമ്മളിവിടെ കത്തബ ആയിക്കോട്ടെ കേട്ടോ, ഏത് വേർഡാണെങ്കിലും കത്തബ കേട്ടോ. അപ്പൊ ജലസ് കത്തബ എന്ന് പറഞ്ഞ വേർഡാവുമ്പോ എന്താണ് ഈ കത്തബനെ പറ്റി നമ്മൾ എന്താ പറയാ, അവൻ ഒരു പുരുഷൻ എഴുതി എന്നാ പറയാ. അവനൊരു പുരുഷൻ എഴുതി. നേരത്തെ നമ്മളെന്താ പറഞ്ഞത്, അവനൊരു പുരുഷൻ ഇരുന്നു എന്നല്ലേ പറഞ്ഞ ജലസക്ക് അല്ലേ, കത്തബ കേട്ടോ. അപ്പൊ ഇനി ഈ കത്തബന്റെ പറയില്ല, ഇത് ഇപ്പൊ ഇന്ന് വന്നോലെന്ന് പറഞ്ഞാണിത് അപ്പൊ ഇതിന്റെ മലയാളം പറഞ്ഞോളി. സിയത്തുൻ ഇതൊരു ഏകവചനമാണ്, പുല്ലിംഗമാണ്, ഓയിൽ സ്ഥലത്തിലെത്തുന്നതാണ്, മഅറൂഫ് അറിയപ്പെട്ടതാണ്. ഇതിനുള്ള സർവനാമം ഹുവയാണ്. ഇല്ലേ, ഇതിങ്ങനെ ആയില്ലേ അല്ലേ, നീ കാണാൻ പറയാനായിട്ട് കഴിയോ? അതായത് ഇപ്പൊ എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് നേരത്തെ ജലസ ഇട്ടു, ജലസ. അപ്പൊ ഈ ഒരു വേർഡ് കാണുമ്പോ ഇതെന്താണെന്നാണ് അറിയേണ്ടത്. ഇതിന് അർത്ഥം പറയുകയാണെങ്കിൽ ഇത് എന്താണെന്ന് അറിയണം. ഈ ആശയങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ഈ വേർഡിന് നമുക്ക് അർത്ഥം പറയാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ നമ്മള് ഇത് ഫുള്ള് ഇതിൽ എല്ലാവരുടെയും കയ്യിൽ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? അപ്പൊ ഞാൻ പറയാം, ഈ പിന്നെ ഇത് പിന്നെന്താ പറയാ, ഇത് കഴിഞ്ഞ കാലത്തിന്റെ സി ആണെന്നുണ്ടെങ്കിൽ എന്താ അറബി വേർഡ് പറയാ, സിയത്ത് മാതി അല്ലെ, ഫിയല് മാതി, കഴിഞ്ഞ കാലത്തിന്റെ. പിന്നെ ഇത് അറിയപ്പെട്ട ആളെ പറ്റി പറയാനാണെന്ന് അല്ലെ. പിന്നെ പുല്ലിംഗാണെന്നുള്ളതിന് മുദക്കർ, ഇതൊരു വേർഡാണെന്നുള്ളതിന് സീറത്ത്, ഏകവചനാണെന്നുള്ളതിന്, ഇതിലെ സർവനാമം ഇന്നതാണെന്നുള്ളതിന് അല്ലെ. പിന്നെ ഓക്കെ ആയി അല്ലെ. ഇനി അത് കാണാതെ പറഞ്ഞ് സാബിറ എന്ന് പറഞ്ഞാട്ടെ, കാണാതെ പറഞ്ഞോട്ടെ. ആ പറഞ്ഞോളെ പെട്ടെന്ന്. അങ്ങനെ നിങ്ങൾ പറയണം. അത് പറഞ്ഞ അതെ അതെ പതുക്കെ പറഞ്ഞാൽ മതി, പതുക്കെ. അപ്പൊ എന്താ അറിയോ, അങ്ങനെ പറയുമ്പോഴാണ് ഒരു വേർഡ് കാണുമ്പോ നമ്മുടെ മനസ്സിൽ ഇത് എന്താണെന്ന് അറിയോ, അർത്ഥം പറയാനല്ല. നമ്മളൊരു വേർഡ് കൈ കിട്ടി, എന്നിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഇത് പുല്ലിംഗാണോ ഏകവചനാണോ, ഇങ്ങനെ ആലോചിച്ച് കുത്തിരിക്കുമ്പോഴേക്ക് ഇവിടെ തോണിയാക്കര കിടക്കൂലേ. അപ്പൊ അതിപ്പോ എന്താ വെച്ചാൽ ഒന്നും വേണ്ട, നമ്മളിപ്പോ റോഡിൽ ഇറങ്ങിയ പോലീസുകാരനെ കണ്ടാൽ ഇതിലെന്താണ് സാധനം ആലോചിച്ചിരിക്കൊന്നുമില്ലല്ലോ. ഒറ്റടിക്ക് ആ സാധനം കാണുമ്പോ നമുക്ക് മനസ്സിലായി പോലീസിന്റെ പറയുമ്പോ ആ ഒരു കുട്ടി ആലോചിക്കൂല. അതേപോലെ തന്നെയാണ് ഒരു വേർഡിനെ നമ്മൾ ഒറ്റ ഒന്നെ പഠിച്ചു വെച്ചാല് നമ്മള് പിന്നെ ഒരു പ്രശ്നമല്ല, ഒറ്റടിക്ക് നമ്മളെ മനസ്സിലേക്ക് പിടിക്കും. ഇപ്പൊ നമ്മള് ഇപ്പൊ സൗദിയിൽ നിന്ന് വന്നിറങ്ങി ഞാൻ പോലീസിനെ കണ്ടപ്പോ ഏതെങ്കിലും പിന്നെ സെക്യൂരിറ്റി ഗാർഡ് ആയിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നിയത്. സൗദിത്തെ പോലീസ് വേറെ ഇവിടുത്തെ വേറെ. 2 ദിവസം കണ്ടാൽ ശരി ശീലായി, പിന്നെ കാണുമ്പോഴേക്ക് തിരിഞ്ഞു. അത്ര തന്നെ ഉള്ളൂ. ഏത് വേർഡ് കണ്ടാലും ചോദിച്ചാൽ ഇതിനെ കുറിച്ച് നിങ്ങൾ ചെറിയൊരു ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടായത്. ഒരു അധ്വാനം ഇതിന് വേണ്ട. ഇത് ഒരു വേർഡാണ് എന്നതിന്റെ അറബി, അതുപോലെ ഇത് ഏകവചനാണെന്നുള്ളതിന്റെ അറബി, ഇത് പുല്ലിംഗമാണെന്നുള്ളതിന്റെ അറബി, അതുപോലെ ഇത് സ്ഥലത്തില്ലാത്തവരെ സൂചിപ്പിക്കുന്നതാണെന്നുള്ളതിന്റെ അറബി, അനുവാദ ക്രിയയാണ്, അതുപോലെ കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്, അറിയപ്പെട്ട ആളെ കുറിക്കുന്നതാണ്, ഇതിന്റെ സർവനാമം ഇന്നതാണ് എന്നതിന്റെ അറബി നിങ്ങൾ പഠിക്കണം എന്ന് അറിയുന്നത് എന്തിനാണല്ലോ. ഇത് അറബി ഭാഷയാകുമ്പോ ഇത് നിങ്ങൾ പഠിക്കുമ്പോ തന്നെ നിങ്ങളുടെ മനസ്സിലെന്തായി, പിന്നെ അത് കയ്യിൽ ഒതുങ്ങി നിൽക്കും. നിങ്ങൾ ചോദിക്കും ഇത് മുദക്കറ മുഹന്നസ, ഇത് ഓയിബ മാറൂബ മജൂല, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോദിക്കൽ തുടങ്ങും. അതല്ലെങ്കിൽ ആ ലെവലിൽ അല്ലെങ്കിൽ ഇതിന്റെ മലയാളം തിരഞ്ഞെടുക്കുമ്പോ ഇത് ഭൂതകാലാണോ മറ്റാണോ കുറച്ച് അറിയുമ്പോ അറബി വേർഡ് ആയിട്ട് യോജിക്കൂല. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അറബി ആയിട്ട് തന്നെ ഏലിക്കൂടും. ഇങ്ങനെ 7 എണ്ണം ഇല്ലാത്ത ഒന്നുമില്ല. ഏത് ഫീലുകൾ പറഞ്ഞാലും ഫുള്ളും ഇതുണ്ടാവും. അപ്പൊ അതെ ഇത് ഉണ്ടാവും. പക്ഷെ ഇത് നമ്മള് പഠിക്കുമ്പോ നമ്മള് ഇത് ശരിക്കും ഓർമ്മയിലൊന്ന് കേട്ടുമ്പോ പിന്നെ നമ്മൾ ഇതൊന്നും ചിന്തിക്കൂല. നമ്മളൊരു ജലസാണ്ട് അവര് ഇരുന്നു അറിയും, അവിടെ ഇതൊന്നും ചിന്തിക്കൂല. പക്ഷെ ഇത് മനസ്സിൽ ഈ അർത്ഥം ഈ ഇതൊക്കെ പഠിച്ചെങ്കിലേ നമ്മൾ ഇരുന്നു അർത്ഥം പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കൽ എന്ന് പറഞ്ഞു
ജലസ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അറബിയിൽ നിങ്ങൾക്ക് ചില വേർഡുകളുടെ അർത്ഥം നിങ്ങൾക്ക് അറിയുണ്ടാവും. നിങ്ങൾ അവിടെ ഇങ്ങനെ അർത്ഥം പറയും, ഇരിക്കല് അല്ലെങ്കിൽ വായിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കും. കറ കത്തബ അക്കലൊക്കെ വേണ്ട തിന്നുക എന്നൊക്കെ ഇങ്ങനെയൊക്കെ ദാഹബ പോയി എന്നൊക്കെ ഇങ്ങനെ പറയും നമ്മള്. പക്ഷെ അതിന് നമുക്കാണ് നോട്ടിൽ ചേർക്കാൻ പറ്റൂല, നമ്മളിങ്ങനെ കരയത്തുന്നു. അപ്പൊ ഇത് ഓക്കെ ഇല്ലേ? ഇത് നിങ്ങൾ എഴുതി എടുത്തില്ലേ? ഇത് നിങ്ങൾ കൊണ്ടുപോയി പഠിച്ചു വരാൻ പറ്റൂലേ? എന്തെങ്കിലും ഒക്കെ എടുത്തത് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ എഴുതി എടുത്തത് ശരിക്കും വ്യക്തമായിട്ട് എഴുതി വെക്കുക, എന്നിട്ട് കാണാപ്പാടം പഠിച്ചു വരാൻ പറ്റുന്ന കോലത്തിലാവുക. സിഹത്ത് വഹദാൻ മുദക്കർ വായിബ് അസിസ്ബാത്ത് ഫീൽ മാദി മഅറൂഫ് ദമീർ ദറ ഹുവ എന്ന് പറഞ്ഞതിനെ അതിന്റെ മലയാളം അത് പിന്നെ എന്താണ്? ഏകവചന, പിന്നെ ഇതൊരു വാക്കാണ്, പുല്ലിംഗമാണ്, സ്ഥലത്തില്ലാത്തവരെ സൂചിപ്പിക്കുന്നതാണ്, അനുവാദ ക്രിയയാണ്, കഴിഞ്ഞ കാലത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്, അറിയപ്പെട്ട ആളും സൂചിപ്പിക്കുന്നതാണ്, ഇതിലുള്ള സർവനാമം ഹുവയാണ്. ശരിയായില്ലേ? ഓക്കെ അല്ലേ? എഴുതാത്തവരുണ്ടോ? പിന്നെ എഴുതേണ്ടിയുണ്ടോ? വല്ലതും ഞാൻ എഴുതേണ്ടിയുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളൊക്കെ എഴുതി വെച്ചില്ലേ? ഓക്കെ ഓക്കെ. വായിബ് എന്ന് പറഞ്ഞാൽ എന്തായാലും സ്ഥലത്തില്ലാത്ത ആള് എന്നാണ് വായിബ് എന്ന് പറയുമ്പോ. അറിയപ്പെടാത്തത് എന്ന് പറയുമ്പോ എന്താ വെച്ചാല് പിന്നെ വായിബ് ആകുമ്പോ സ്ഥലത്തില്ല, ആളെ നമുക്കറിയാം, ശരിയല്ലേ? ഒരു മിനിറ്റ് നിങ്ങൾ നോക്കിട്ടോ, കാണാൻ പഠിക്കാൻ നോക്കിട്ടടി. മൂന്ന് പിള്ളേരെ കാര്യം തന്നെ നോക്കി പക്ഷേ കുറേ അതുകൊണ്ട് ഇതിനർത്ഥം മലയാളത്തിൽ എഴുതിക്കോളൂ. ഓക്കെ അല്ലേ? വായിക്കാട്ടില്ലേ? സിഹത്ത് വഹദാൻ മുദക്കർ വായിബ് അസിസ്ബാത്ത് ഫീൽ അതെന്തായാലും പഠിക്കാൻ പഠിക്കാൻ പറ്റില്ല. അല്ലേ? കത്തം എന്ന് പറഞ്ഞാൽ പകരം വേറെ വീട് വന്നാലും അത് പഠിക്കാൻ ആ അർത്ഥം പറഞ്ഞാലും ഇത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം അറിയാണ്ട് ഒരു സാധനത്തിൽ എന്തൊക്കെ അല്ല, പക്ഷെ നമ്മൾക്ക് ചില അതിൻ്റെ അർത്ഥം എനിക്ക് അറിയില്ലെങ്കിൽ അത് പ്രശ്നം. അത് എന്തായാലും ഫീല് ഓരോ കർമ്മങ്ങൾ പഠിക്കാൻ ഇത് നമുക്ക് പാർക്കും പഠിക്കാം, നിയമവാദനങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അവിടെ വരുന്ന വേദ പോയി നമുക്കറിയാം. അർത്ഥം പോയി എന്നറിയില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഈ രണ്ടാമത്തെ വേർഡ് കിടന്ന പ്രയാസം വരുമോ? ഇത് നിങ്ങള് എഴുതി വെക്കലും ഉറപ്പിക്കലും കഴിഞ്ഞില്ലേ? കുറച്ചില്ലേ? ഇതിൽ അവ്യക്തത ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തെ കൂടി കിടന്ന ഇത് ഇല്ലെന്ന് ഓക്കെ അല്ലേ? ഇത് വ്യക്തമായില്ലേ? അതിന്റെ മലയാളം എഴുതി കൊടുക്കും. അപ്പോ ഇനി നമ്മള് ജലസ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കതബ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ എന്താ പറയാ? അവൾ ഇരിക്കുന്ന പറഞ്ഞാലോ ഒരാള് കതബ എന്ന് പറഞ്ഞു, അവൾ എഴുതി എന്ന് പറഞ്ഞു, പറ്റുമോ? അല്ല ഇതിപ്പോ അവിടെ കതബ എന്നുള്ള വേർഡ് പറഞ്ഞല്ലോ. ഈ കതബ എന്നുള്ള വേർഡിനെ
ഒരാൾ അർത്ഥം പറയാണ് അവൾ എഴുതി. അതല്ലാന്ന് പറയാൻ എന്താ മാർഗം? അപ്പൊ നമ്മളെന്താ പറയാ? ഈ അല്ലെ ഇങ്ങനെ ഏത് വേർഡ് വന്നാലും അവിടെ അവൻ ഒരു പുരുഷൻ എഴുതി, അവൻ ഒരു പുരുഷൻ ഇരുന്നു, ഇങ്ങനെ പാടുള്ളൂ. അത് നമ്മളിവിടെ പഠിച്ചു. ഇങ്ങനെ വരുള്ള അറബി വേർഡ് ഏതാണെങ്കിലും ഇങ്ങനെ ഏത് വേർഡ് വന്നാലും അർത്ഥം എന്തേ പറയുള്ളൂ? അവൻ ഒരു പുരുഷൻ ഇരുന്നു, അവൻ ഒരു പുരുഷൻ എഴുതി, അവൻ ഒരു പുരുഷൻ പോയി, അവൻ ഒരു പുരുഷൻ ഉറങ്ങി, അവൻ ഒരു പുരുഷൻ ഉണർന്നു, ഇങ്ങനെ പറയുള്ളൂ. അത് അറബി നിയമമാണ്. ഇങ്ങനെ വന്നാൽ ഡിക്ഷണറി ഏത് ഡിക്ഷണറിയിലും ഏത് ഗ്രാമറിലും എവിടെ നോക്കിയാലും ഇതല്ലാതെ അർത്ഥം ഒരു കുട്ടിക്കും പറയാൻ പറ്റൂല. ഇതിലല്ലേ? അപ്പൊ എന്താ വെച്ചാല് നമുക്ക് അറബിയിൽ ഒരു വേർഡ് നമ്മൾ വായിച്ചാൽ ആരെങ്കിലും അർത്ഥം തെറ്റിക്കുമ്പോ നമുക്ക് 1000 ശക്തിയോടുകൂടെ തെറ്റാണ് എന്ന് പറയാൻ കഴിയും. എങ്ങനെ? ഈ ലെവലിൽ നമ്മൾ പഠിക്കും. അതുപോലെ നമ്മളും തന്നെ എന്ത് ചെയ്യില്ല, അർത്ഥം തെറ്റിച്ച് പറയില്ല. അറിയില്ലെങ്കിൽ നമുക്ക് അവ്യക്തത നമ്മൾ മിണ്ടാകാൻ നിൽക്കും. മറ്റതൊന്നും അറിയാത്ത ആൾക്കാര് കിട്ടിയത് വെച്ച് ചാവും. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇതിൽ ഏതാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളൊരു സംശയം അവിടെ മനസ്സിൽ കിടന്ന് കളിക്കും. അപ്പൊ ഏതായിരുന്നാലും ഏതൊരു വേർഡാണെങ്കിലും ഈ 8 കാര്യങ്ങൾ ഉണ്ടാവും. അത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഏതൊരു വേർഡാണെങ്കിലും ഒരു പ്രവൃത്തിയാണെങ്കിൽ ഒരാൾ ചെയ്ത പ്രവൃത്തി ഉണ്ടാകാം, 2 ആൾ ചെയ്ത പ്രവൃത്തി ഉണ്ടാകാം, 3 ആൾ ചെയ്ത പ്രവൃത്തി ഉണ്ടാകാം. ഏതെങ്കിലും ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഏത് പ്രവൃത്തിയാണെങ്കിലും ഒന്നിൽ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തിയായിരിക്കും, അല്ലെങ്കിൽ വരാൻ പോണ കാലത്തെ പ്രവൃത്തിയായിരിക്കും, അല്ലെങ്കിൽ വർത്തമാന കാലത്തെ പ്രവൃത്തിയായിരിക്കും. ഇത് ഏതെങ്കിലും ഒന്ന് വേണമല്ലോ. ഏതൊരു വേർഡാണെങ്കിലും നമ്മുടെ അർത്ഥത്തിലേക്ക് കിട്ടണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഒന്നുകിൽ അത് ഏകവചനായിരിക്കും, അല്ലെങ്കിൽ ദ്വിവചനായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ബഹുവചനായിരിക്കും. അല്ലാതെ ഒരു വേർഡും വരുമല്ലോ. അതേപോലെ തന്നെ ചിലപ്പോ ആ പ്രവൃത്തി ചെയ്ത ആള് സ്ഥലത്തുള്ളവനായിരിക്കും, ചിലപ്പോ സ്ഥലത്ത് ഇല്ലാത്തവനായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ അത് അറിയപ്പെട്ടതായിരിക്കാം, ചിലപ്പോൾ അറിയപ്പെടാതെ ഇരിക്കാം. അതായത് എന്തെങ്കിലും ഒരു ഒരു സംഭവം നടന്നു, ഇവിടെ ഒരു ബോംബിങ് നടന്നു, ആരാണെന്ന് അറിയില്ല. അപ്പൊ നമ്മളെന്താ പറയാ? ആളെ അറിയില്ല അറിയും. അപ്പൊ അവിടെ എന്താ പറയും? മജൂലാണെന്ന് അറിയും. അറിയില്ല ആളെ, അറിയില്ല ആളെ. അതിനകത്ത് ആളെ അറിഞ്ഞു, ആളെ കിട്ടി. അപ്പൊ എന്തായി? മാറൂഫായി. അപ്പൊ ഏതൊരു പ്രവൃത്തിയിലും ഉണ്ടാകേണ്ടതും ഇതൊന്നും ഇപ്പൊ നമ്മള് പുതിയത് പഠിക്കേണ്ടതൊന്നല്ല. നമുക്ക് എല്ലാവരുടെയും മനസ്സിലറിയണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു പ്രവൃത്തി, ഒരു വർക്ക് ഉണ്ടാവില്ല എന്ന് 100% അറിയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇത് ഉപയോഗത്തിൽ ഇങ്ങനെ അടുക്കി ചിട്ടിയിൽ വെച്ച് നമ്മൾ പരിചയിച്ചിട്ടില്ല എന്ന് മാത്രം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിൽ പുതുതായിട്ടൊന്നും നമ്മളിവിടെ പഠിച്ചിട്ടില്ല. ഒരു പ്രവൃത്തിയുടെ കാര്യം പറയുമ്പോ ഒന്നുകിൽ ഒരാളെക്കാരും പ്രവർത്തിക്കുക ഒരു പ്രവൃത്തിയാണെങ്കിൽ ഇത് നമുക്ക് ആരും കിതാബ് എഴുതേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് അറിയണ. അല്ലെങ്കിൽ 2 ആളായിരിക്കും, അല്ലെങ്കിൽ കുറെ ആളുകളായിരിക്കും. ഇതെല്ലാം നമ്മൾക്ക് അറിയുന്ന. പക്ഷെ ഈ അറബി വേർഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. കാരണം ഏതൊരു വേർഡാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാലേ അർത്ഥം പറയാൻ കഴിയുള്ളൂ. ഓക്കെ ആണല്ലോ, അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ എഴുതിയില്ലേ? അപ്പൊ ഇനി നമ്മളെന്താ വെച്ചാൽ കതബ, അല്ലെങ്കിൽ ഇവിടെ ഏത് അറബി വേർഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അറബിയിൽ കുറെ വേർഡുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇപ്പോ നിങ്ങൾക്ക് ആവശ്യം വരുന്നേ ഇപ്പോ എന്താണ്? വീട്ടിൽ ചെന്നിട്ട് എഴുതി, അതുപോലെ തന്നെ ഉറങ്ങി, അതല്ലെങ്കിൽ ഇരുന്നു, എണീറ്റു, കുളിച്ചു, പിന്നെ അതുപോലെ വസ്ത്രം ധരിച്ചു, പിന്നെ വെള്ളം കുടിച്ചു, ഇങ്ങനെ എന്തൊക്കെ പരിപാടികൾ നിങ്ങൾ ചെയ്യുന്നോ ഇതിന്റെ ഒക്കെ അറബി വേർഡുകൾ നിങ്ങൾ കൂട്ടുകാരോടോ ആരോടെങ്കിലും ചോദിച്ചാൽ മതി. എന്നിട്ട് അതിന് ഓരോ വേർഡിനും ഇങ്ങനെയുള്ള കൂട്ടി കൊടുക്കുക സ്റ്റാർട്ടിങ്ങില്. അങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ നീങ്ങും. അപ്പൊ ഇനി ഇതിനെ ഏകവചനല്ലേ? അപ്പൊ കതബനെ ഇനി 2 ആൾ എഴുതി എന്ന് പറയണം. അപ്പൊ എന്താ പറയാ? വായിക്കെങ്ങനെ? ഇവിടെ കതബ എന്ന് മാത്രമേ ഉള്ളൂ. കതബ എന്നായി. 2 ആൾ, അവർ 2 പുരുഷന്മാർ എഴുതി എന്നാണ് അതിനർത്ഥം പറയാം. മറ്റോടത്ത് അവൻ ഒരു പുരുഷൻ എഴുതി എന്നാണ് പറയാം. കതബ എന്ന് പറയുമ്പോ അവൻ ഒരു പുരുഷൻ എഴുതി എന്നാണ്. അപ്പൊ ഇനി അതിനെ ദ്വിവചനമാക്കാൻ എന്ത് ചെയ്താൽ മതി? അവർ 2 പുരുഷന്മാർ എഴുതി എന്നാണ്. ഓക്കെ അല്ലേ? അവർ 2 പുരുഷന്മാർ എഴുതി. നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോ നിങ്ങൾക്ക് അറബി എഴുത്തും ഒന്ന് ശീലായി കിട്ടും. അറബി എഴുത്ത് ഈ ഭാഷ പഠനത്തിന്റെ വലിയൊരു ഘടകമാണ്. ഒന്നുമില്ലെങ്കിൽ ഖുർആൻ നോക്കിയാണ്ടെങ്കിലും എഴുതി നോക്കിയാല് എഴുത്തും പിന്നെ നമ്മുടെ മെമ്മറി വലിയ ബന്ധമുണ്ട്. ഒരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ എഴുതിയ വേപടി. അപ്പോ കതബ ഏകവചനാണ്. അപ്പൊ അവൻ ഒരു പുരുഷൻ എഴുതിയെന്നാണ്. ഇനി അവർ 2 പുരുഷന്മാർ എഴുതിയെന്നാവണമെങ്കിൽ കതബ. അതൊന്നും ഇപ്പൊ ഒരു പണിയുള്ള കാര്യമാണ്. ഒരു അലിഫ് കൂട്ടി കൊടുക്കേണ്ടേ ഉള്ളൂ ഒരു ദ്വിവചനത്തിന്.
അത് നമ്മൾക്ക് അവിടെ ഇങ്ങനെ ഓർമ്മയിലുണ്ടായി. അപ്പൊ ഒരു കെതബിയും കണ്ടു, ഒരു കഥബാന്നും കണ്ടു. രണ്ടും കണ്ടാൽ നമ്മൾ രണ്ടിനും രണ്ടർത്ഥം പറയും, ഒരു പ്രശ്നമല്ലാതെ. അരിഫ് നീട്ടിയത് രണ്ടാൾക്കുള്ളതാണ് ഉറപ്പായില്ലേ? അപ്പൊ അവിടെ എന്താ വെച്ചാൽ കെതബ അവനൊരു പുരുഷൻ എഴുതി, കെതബ അവർ രണ്ട് പുരുഷന്മാരെ എഴുതി എന്നായി അല്ലെ. ഇനി നിങ്ങൾക്ക് ഏതൊരു ഒരു പേര് ഫതഹ കിട്ടി, എന്താർത്ഥം? ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു. നിങ്ങൾ അങ്ങനെ പറയരുത്. ഇനി അവൻ ഒരു പുരുഷൻ തുറന്നു എന്ന് പറയണം. തുറന്നു എന്ന് പറയുമ്പോ അത് പെണ്ണാണോ പുരുഷനാണോ ഒന്നും അറിയില്ല. അപ്പൊ അവനൊരു പുരുഷൻ തുറന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചേരം കഴിയുമ്പോ പിന്നെ നമുക്ക് ഒന്നും വേണ്ടിയില്ല, പിന്നെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ തുടക്കത്തിൽ ഇപ്പൊ ഫതഹ എന്ന് പറയുമ്പോ എന്താ പറയാ? അവൻ ഒരു പുരുഷൻ എഴുതി, പുരുഷൻ തുറന്നു. അവനൊരു പുരുഷൻ സഹായിച്ചു, അവനൊരു പുരുഷൻ സഹായിച്ചു. ജലസ അവനൊരു പുരുഷൻ ഇരുന്നു, സമിയ അവനൊരു പുരുഷൻ കേട്ടു, അകല അവനൊരു പുരുഷൻ കഴിച്ചു, ഒരു പുരുഷൻ അടിച്ചു, ഒരു പുരുഷൻ കൊന്നു. അല്ലെ? ഇങ്ങനെ ഏതിനും നമ്മൾ എന്ത് ചെയ്യും? അവനൊരു പുരുഷൻ, അവനൊരു പുരുഷൻ, അവനൊരു പുരുഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പറയും. ഇനി കതബ കഴിഞ്ഞ് കതബ എന്ന് പറയുമ്പോ എന്താണ്? അവർ രണ്ട് പുരുഷന്മാരെ എഴുതി, അവർ രണ്ട് പുരുഷന്മാരെ എഴുതി കതബ. അവർ അലിഫ് കൂടിയിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ എന്തുള്ളൂ? ഇതെല്ലാതും ഈ കതബാന്നുള്ളിലുണ്ട്. പക്ഷെ ചെറിയൊരു മാറ്റം. ഇവിടെ വഹദാന്നില്ലോടത്ത് പിന്നെ സി തന്നെ, പിന്നെ വഹദാന്നില്ലോടത്ത് തസ്നിയ. കേട്ടോ? മനസ്സിലായില്ലേ? തസ്നിയ. അപ്പൊ അവിടെ വഹദാനായിരുന്നു, അതിവിടെ മാറി. കേട്ടോ? തസ്നിയായി. ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ തന്നെ. പക്ഷെ ഇവിടെ ലമീർ പറഞ്ഞങ്ങള് ആ തസ്നിയ എഴുതി. ദിവചനം. തസ്നിയ എന്ന് പറഞ്ഞ അർത്ഥം ദിവചനം. തസ്നിയത്തുൻ ദിവചനം. മൂന്ന് പുള്ളിയുള്ള സാധനം, മൂന്ന് പുള്ളിയുള്ളത്. മുഅന്നസുൻ. മുഅന്നസ്, മുഅന്നസ്. പിന്നെ മൂന്ന് പുള്ളിയുള്ളത്. അപ്പഴേ അപ്പൊ ഇവിടെ എന്താ വെച്ചാല് സിയത്ത് വായിബ് എന്ന് പറയുന്നോടത്ത് സിയത്ത് തസ്നിയ മുദക്കർ വായിബ് സാബിർ പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ എന്താ വെച്ചാല് ഈ ആശയങ്ങൾ ശരിക്കും മനസ്സിലുണ്ടാവുമ്പോ അതിനനുസരിച്ച് ചേഞ്ച് ആകാൻ പറ്റും. അപ്പൊ ഇവിടെ മുദക്കർ മുദക്കറിനെയാണ്, വായിബ് വായിബ് തന്നെയാണ്, മുസ്ബത്ത് മുസ്ബത്ത് തന്നെയാണ്, പേര് മാതി മാതി തന്നെയാണ്, മഅറൂഫ് തന്നെയാണ്. പക്ഷെ ലമീർ എന്നല്ല, ഹുമ്മയാണ്, ഹുവയല്ല. ഇതല്ലേ ഹുമ. അപ്പൊ നമ്മള് ഇത് കാണാപാഠം പഠിക്കുമ്പോ ഈ ഒരൊറ്റ രണ്ട് വേർഡ് പിന്നെ ഇതിൽ വേറെ വരുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള തന്നെയാണ്. തസ്നിയ രണ്ടെണ്ണം, ദ്വിവചനം. അതായത് കതബാന്നുള്ളത് ഏകവചനമല്ല, അത് ദ്വിവചനമാണ്. രണ്ടാളെ മേൽ അറിയിക്കുന്ന വേർഡാണ്. രണ്ടാളെ മേൽ അറിയിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവൽ എങ്ങനെ വെച്ചാല്, ഇത് നിങ്ങൾ പഠിക്കാതെയോ അല്ലെങ്കിൽ കൃത്യമായി എഴുതാതെയോ ഇത് നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ഈ മാർക്ക് ചെയ്തൊക്കെ ഓരോന്നിനും കറക്റ്റ് നേരെ തന്നെ നിങ്ങൾ എഴുതുമ്പോ തന്നെ ആവണം. ഇതിന്റെ അവിടെ സീഗത്തുൻ വേർഡ് അത് ഓക്കെയാണ്. വഹദാൻ അല്ല, ഇവിടെ തസ്നിയാണ്, ദ്വിവചനമാണ്. മുദക്കർ അതിന്റെ നേരെ ഇവിടെ മുദക്കർ തന്നെയാണ്. വായിബ് ഇവിടെ വായിബ് തന്നെയാണ്. ആസി ഇസ്ബാത്ത് ഇവിടെ അത് തന്നെയാണ്. പേര് മാതി അതും ഇവിടെ തന്നെ. മഅറൂഫ് അതും ഇവിടെ മഅറൂഫാണ്. ലമീർ ദറോ ഇതിലുള്ള ലമീർ ഉമ്മയാണ്, ഇവിടെ ഹുവയായിരുന്നു. ആ മാറ്റം ഓക്കെ ആയോ? ശരിയല്ലേ? ഇനി ആർക്കെങ്കിലും ഇതിൽ വല്ല സംശയം തോന്നുന്നുണ്ടോ? ഈ എഴുതി കൊടുക്കാറുള്ളവര് എഴുതി കൊടുക്കും. പെട്ടെന്ന് പഠിക്കുന്നവര് കുറച്ച് ശ്രമിക്കുക. സാഹചര്യമാര് ഇങ്ങനെ കാത്തിരിക്കും. വളരെ സ്ലോവിലുള്ള ആളുകളെന്ന് വെച്ചാല് എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ അറബി ഭാഷ കാണാൻ പോകുമ്പോ ഭയങ്കര ഒരു അപരിചിതത്വം. ഒരു 2, 3, 4 ക്ലാസ് കഴിയുമ്പോ അതൊക്കെ അറബി ഭാഷ അതിന്റെ പ്രത്യേകതയാണത്.
ഇപ്പോ എത്രയോ പണ്ഡിതന്മാര് ഉണ്ടല്ലോ നമ്മളെ നാട്ടിലൊക്കെ. പക്ഷെ ഒരു വിഷയം വരുമ്പോ ഏതെങ്കിലും ആളുകൾ നമുക്ക് നിന്നെ ആള് വിളിക്കുക എന്നുള്ള പറയാം. ഒരു പ്രശ്നമുള്ള ഒരു വിഷയം വരുമ്പോ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതാണ് കേസ്. ഈ ലെവലിലുള്ള പഠനത്തിന്റെ കുറവാണ്. അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആവശ്യം മറന്നു വെച്ചിട്ടുണ്ടാവും ഉപയോഗിക്കുക. എന്നിട്ട് പിന്നെ എന്നിട്ട് മലയാളം ഓക്കെ അല്ലേ? ഇനിയിപ്പോ രണ്ടാമത്തേക്ക് മൂന്നാമത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഈ രണ്ടാമത്തെ നിങ്ങൾ എല്ലാവരും ഓരോരുത്തർ പറഞ്ഞാൽ പറ്റും. കണ്ടുകാണ്ട് വന്നാൽ മതി. തസ്നിയത്തും നടത്തിവചനം രണ്ടാളെ സൂചിപ്പിക്കുന്ന വേർഡ്. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എനിക്ക് ഓരോരുത്തർ പറഞ്ഞാൽ മതി. പറഞ്ഞോളൂ. ഇതിന്റെ സീനാണ് ചെല്ലിക്കോളൂ. അതേപോലെ അവിടെ ഇവിടെ നോക്കി ചെല്ലിയാലും മതി. നോക്കിയെന്ന് പറയാം. പറഞ്ഞോളൂ. നോക്കിയിട്ട് പറഞ്ഞോളൂ. ആദ്യത്തിന്റെ പറഞ്ഞാൽ മതി. കിട്ടില്ലെങ്കിൽ ശരിയാവും. റിപ്പീറ്റ് ചെയ്യുമ്പോ ശരിയാവും. നിങ്ങൾ പറഞ്ഞു. എഴുതിച്ചോട്ട് വായിച്ചാലും മതി. ഇവിടെ നോക്കിയാലും മതി. ആയിക്കോട്ടെ. പറഞ്ഞു ഒക്കെ വായിച്ചോളൂ. എല്ലാരും അങ്ങനെയല്ലേ? എല്ലാവർക്കും കഴിയൂലേ? കഴിക്കൂലേ? അവർ രണ്ടാള് എഴുതി എന്നുള്ളതാണ്. ഉണ്ടോ? ആയില്ലേ? ശരിയാണല്ലേ? എഴുതി തരണേ. ഏതെങ്കിലും ഭാഗം ഞാൻ എഴുതി തരണോ? സിഗത്ത് എഴുതിക്കുള്ളൂ. അങ്ങനെ ഒന്നിന്റെ എഴുതിക്കുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വേണമെങ്കിൽ പറയുള്ളൂ. ഓക്കെ അല്ലേ? ഈ ടൈമില് എല്ലാവർക്കും എന്തും ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ട്. കാരണം അതില് ഇവർക്ക് നോക്കുമ്പോ തന്നെ സംശയങ്ങളും നൂലാമാലയൊക്കെ ഉണ്ടാകുക. മജിന്റെ ആൾക്കാരൊന്നും എല്ലാവരും എത്തിയിട്ടില്ലല്ലേ? ഇത് നമുക്കാണ് പൂർത്തിയാക്കാം അല്ലേ? ഓക്കെ. അപ്പോ ശരിയല്ലേ? കതബ എന്താർത്ഥം? അവൻ ഒരു പുരുഷൻ എഴുതി. അവൻ ഒരു പുരുഷൻ എന്ന് പറയണം. അവൻ ഒരു പുരുഷൻ എന്നെങ്കിൽ അവൻ എന്ന് പറയുമ്പോഴാണ് അറിയപ്പെട്ട ആളാവണം. അവൻ എന്ന് പറയുമ്പോ അത് നമ്മൾ എന്തായാലും ഈ വേർഡ് ഈ സാധനത്തിന്റെ ഓരോ പിന്നെ ഘടകങ്ങളും നമ്മുടെ ഉള്ളിൽ സ്റ്റാർട്ടിങ്ങിൽ കയറണം എന്നുണ്ടെങ്കിൽ അവൻ ഒരു തന്നെ പറയണം. സംഗതി ആശയത്തിൽ പറഞ്ഞാല് എഴുതി എന്ന് പറഞ്ഞാൽ തന്നെ തിരിഞ്ഞു സാധനം കാണുമ്പോഴേക്കാണ്. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും ഇങ്ങനെ തന്നെ പറയണം. അവൻ ഒരു പുരുഷൻ എന്നുള്ള തന്നെ എല്ലാം. കാരണം എന്താ ഇവിടെ വഹദാൻ എന്നുള്ളത് ശരിക്കും പ്രകടമാവണം. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഇതിന്റെ അറബി നമ്മള് പറഞ്ഞല്ലോ. ഇനി മലയാളം പറയാനാണ് അതിലേറെ എളുപ്പം. ഇനി പറഞ്ഞ മലയാളം ഇതിന്റെ ഒരു വാക്കാണ്, ഏകവചനമാണ്. ഇങ്ങനെ ചൊല്ലിപ്പടിക്കുക. എങ്ങനെയാ വെച്ചാല് കർത്തരി ഭൂതകാല അനുവാദ ക്രിയയിൽ നിന്നുള്ള ഏകവചനത്തിന്റെ പുല്ലിംഗം അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതിൽ അതൊക്കെ കരിയറാണല്ലേ? ഇത് പഠിക്കുന്നതിന്റെ അത് വേണ്ട. ഇത് പറഞ്ഞാൽ സിയത്ത് എന്ന് പറയുന്നത് ഒരു വേർഡാണ്. അതുപോലെ ഇത് ഏകവചനമാണ്. അത് പുല്ലിംഗമാണ്. സ്ഥലത്തില്ലാത്തവരെ സൂചിപ്പിക്കുന്നതാണ്. അനുവാദ ക്രിയയാണ്. ഭൂതകാലത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. അറിയപ്പെട്ട വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഇതിലുള്ള സർവ്വനാമം ഹുവയാണ്. ഇത് ശരിക്കും ഈ മലയാളവും ഈ അറബി നമ്മുടെ മനസ്സിൽ ശരിക്കുണ്ടായാൽ
ഈ വേർഡ് എന്താണെന്ന് ബോധ്യായി. അങ്ങനെ ലോകത്ത് വരുന്ന മുഴുവൻ വേർഡുകൾക്കും ഇത് കിട്ടി. ഈ അർത്ഥം ഇതിന് നമ്മൾ ഇങ്ങനെ അർത്ഥം പറയും. കഥബക്ക് വെക്കേണ്ട അർത്ഥം അവനൊരു പുരുഷൻ എഴുതി എന്ന് പറയുമ്പോ അവനൊരു പുരുഷൻ ഇരുന്നു, അവനൊരു പുരുഷൻ വന്നു, അവനൊരു പുരുഷൻ പോയി, ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളിൽ കയറ്റിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഥബ എന്ന് പറയുമ്പോ നമുക്ക് എന്തായി? അവർ രണ്ട് പുരുഷന്മാരെന്നായി. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ? ഒരു അരിഫ് ഇട്ട് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒരു അരിഫ് വന്നപ്പോഴേക്ക് ഒരു അർത്ഥം അവിടെ മാറി കിട്ടിയാൽ മതി. രണ്ടുപേരായി കിട്ടി. ഒരാള് രണ്ടാളായി ഒരു അരിഫ് വന്നപ്പോഴേക്ക്. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ വേറെ ഏറെ നമ്മൾ പഠിച്ചതുള്ളൂ തസ്നിയ ഹുമ. ഇത് രണ്ടേ നമ്മൾ ഏറെ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെ ഉള്ളൂ അല്ലേ? രണ്ടുപേരല്ലേ ഏറെ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ പഠിച്ചാൽ തന്നെ. ഇത് കാണാതെ സ്പീഡിൽ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് പറ്റണം കേട്ടോ. നമ്മള് ഇനി ബഹുവചനത്തേക്ക് പോവല്ലേ? ഓക്കെ, കഥബ കഴിഞ്ഞു. കഥബു കഥബു എന്ന് പറയുമ്പോ എന്താ അർത്ഥം? അവർ കുറെ പുരുഷന്മാരെ എഴുതി. അവർ കുറെ പുരുഷന്മാരെ എഴുതി. ഇവിടെ ദിവചനല്ലേ? അവർ രണ്ടാളെ എഴുതിന്നല്ലേ? അപ്പൊ ഇവിടെ അവർ കുറെ പുരുഷന്മാരെ എഴുതിയെന്നായി. ഇവിടെ ഒരു അലിഫിയായിട്ട് കണ്ടകള്. ബഹുവചനങ്ങളായ ബഹുവചനങ്ങൾക്ക് എല്ലാം ഒരു അലിഫ് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഒരലിഫ് ഉണ്ടാവും. ഏത് ബഹുവചനാണെങ്കിലും അതിലൊരു അലിഫ് ഉണ്ടാവും. ആ അലിഫ് നമ്മൾ ഇവിടെ ഇറക്കി കൊടുക്കുക. കതബു, ദഹബു, ജലസു, സമീഉ എന്ന് പറയുമ്പോ വാവ് കഴിഞ്ഞ ഒരു അലിഫ് ഉണ്ടാവും. അത് നമ്മള് ഖുർആൻ ഓതുമ്പോ ചില ആളുകൾ ഇങ്ങനെ ഓതുമ്പോ അങ്ങനെ കാണാൻ ആ അലിഫിനെ ആറൊക്കെ പറഞ്ഞാണ്ട് തട്ടിത്തറിഞ്ഞ് ഓതും ഖുർആൻ ഓതുന്ന സമയത്ത്. ബഹുവചനങ്ങൾ വരുമ്പോ എങ്ങനെ അവിടെ യാവരും അത് സംഭവം വെച്ചാല് പിന്നെ എന്താ പറയാ, അത് ചില സന്ദർഭങ്ങളിലാണ്. ഇത് വെച്ചാല് പിന്നെ എന്താ പറയാ, അസ്മാഉസിത്ത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അറബി ഭാഷയിൽ. അതിലാണ് റഅയ്തു അബാക, മറർതു ബി അബീക, ഹാദാ അബൂക എന്ന് പറയുമ്പോഴത്തേക്കും ഫതഹിനനുസരിച്ച് അലിഫ് കിടക്കും, വാവിനനുസരിച്ച് പിന്നെ ലമ്മിനനുസരിച്ച് വാവ് വരും, കസറിനനുസരിച്ച് യാവ് വരും. അത് ആ ഇസ്മുകളുടെ ഭാഗത്തേക്ക് നമ്മള് പേര് കഴിഞ്ഞിട്ട് ഇസ്മു കിടക്കുമ്പോഴാണ് ചർച്ച വരുന്നത്. മനസ്സിലായില്ലേ? ഇത് നമ്മുടെ അലിഫിട്ടപ്പോ അങ്ങനെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. പിന്നെ അപ്പൊ ഇത് കഴിഞ്ഞു. ഓക്കെ അല്ലേ എല്ലാരും? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? അത് കഴിഞ്ഞില്ലേ? നമ്മൾ ഓക്കെ അല്ലേ? നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി നിങ്ങൾ കാണാൻ പഠിച്ചിട്ട് ഓക്കെ നോക്കാം. അപ്പൊ ഇനി ഇത് ബഹുവചനമാണ്. അപ്പൊ ഞാൻ എന്താ ഇവിടെ കൂട്ടേണ്ടത്? സി തന്നെ അല്ലേ? ഇത് സി തന്നെ അല്ലേ? ഓക്കെ, സി തന്നെ ആയി. പിന്നെ ഇത് ഏകവചനമാണോ ദ്വിവചനമാണോ ബഹുവചനമാണോ? അതിന് അറബിയിൽ എന്താ പറയാ? ജുമാന്നൊക്കെ പറയില്ലേ? ആളുകളൊന്നും ആറ്റ് കൂടി കുറെ ആളുണ്ടായി. അപ്പൊ ജുമാന്ന് പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് കൂടിയാണ്. അപ്പൊ അതിൽ ജം ആണ്. ഇവിടെ തസ്നിയക്ക് ബദൽ എന്തായി? ജംഉൻ കേട്ടോ. ജംഇ എന്നാണ് പറയാ. അല്ല തൻവീനൊന്നും കാണാൻ പാഠം പഠിക്കാൻ ജംഇ. തസ്നിയത്തൊന്നുള്ളോട്ട് തസ്നിയ മതി. കാണാപ്പാടം പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുള്ളൂ കേട്ടോ. അപ്പൊ സിയത്ത് ജംഇ. പിന്നെന്താണ്? മുദക്കറിനല്ല ഇവിടെ മുദക്കറിനെ. പിന്നെ ഓയിബന്നെ അല്ലേ? അവൻ അല്ല, ഇവിടെ ഇല്ലാത്ത ആളല്ലേ? ഓക്കെ. പിന്നെ അനുവാദക്രിയല്ലേ? എഴുതിയിട്ടില്ലാന്നല്ലോ, എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ? പിന്നെ കഴിഞ്ഞ കാലല്ലേ? അവരെഴുതി കഴിഞ്ഞില്ലേ? അപ്പൊ എന്താണ്? മാതിയല്ലേ? മാതിയാണ്. അവൻ എന്ന് പറയുമ്പോ പോലെ നമ്മൾ അറിയല്ലോ, അതുകൊണ്ടല്ലേ അവൻ തന്നെ. അപ്പൊ എന്താ? ഈ മഅറൂഫായി. പിന്നെ ഇതിലുള്ള സർവനാമം അവർ എന്നല്ലേ? ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ മാറിപ്പോരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിക്കുമ്പോ രണ്ടെണ്ണത്തിന്റെ അവിടെ വരുമ്പോ തസ്നിയ ഓർമ്മയിലും, ബഹുവചനത്തിന്റെ അവിടെ വരുമ്പോ ജമ്മു ഓർമ്മയിലും, പിന്നെ രണ്ടെണ്ണാവുമ്പോ ഹുമ വേണം, ബഹുവചനാവുമ്പോ ഹും വേണം എന്നുള്ള എനിക്ക് ഓർമ്മയിലും. ഇതിനനുസരിച്ച് കുത്തിട്ടുകാണ്ട് വെക്കിട്ടോ, എന്നെങ്കിലേ ഓർമ്മയിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ
അല്ലെങ്കിൽ അങ്ങോട്ട് മാറും. നിങ്ങൾ ഇവിടെ മുതക്കരുന്നില്ലെങ്കിൽ ഇവിടെ കുത്തിട്ട് കറക്റ്റ് ചെയ്ത് പോകുന്നതുപോലെ എല്ലാവർക്കും ഈ രണ്ടെണ്ണം ഇങ്ങനെ മാറും. റെഡിയാണല്ലോ, എഴുതി കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഴിഞ്ഞിട്ട് അത് എഴുതി കഴിഞ്ഞ എല്ലാവരും സമാധാനം പോലെ എഴുതട്ടോ. സ്പീഡില്ലാത്തവർക്ക് വളരെ സ്ലോ എഴുതി കൊടുക്കും. ഇവിടെ ലേറ്റ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ സ്വിച്ച് ശരിയല്ലേ? അപ്പൊ അത് കുറെ മെൻകെട്ട അറബി കഴിയാലും ശരിയായി കിട്ടും. അതെ വണ്ടി ഓടിയിട്ട് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെ ഒന്നുകൂടി ഒരു സീക പറയാം. കതബ എന്നുള്ളതിന്റെ സീക ഞാൻ പറയാണ്. കതബ അവനൊരു പുരുഷൻ എഴുതി. അത് ഏകവചനമാണ്. മലയാളത്തിൽ പറയട്ടെ, ഏകവചനമാണ്. അതൊരു വേർഡാണ്. ഏകവചനമാണ്, പുല്ലിംഗമാണ്, സ്ഥലത്തില്ലാത്തവരെ സൂചിപ്പിക്കുന്നതാണ്, അനുവാദ ക്രിയയാണ്, ഭൂതകാലത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്, അറിയപ്പെട്ട ആളെ സൂചിപ്പിക്കുന്നതാണ്, അതിലുള്ള സർവ്വനാമം ഹുവയാണ്. അതിന് അറബിയിൽ നമ്മൾ പറയുന്ന സീറത്ത് മഹജാൻ മുതക്കർ വായു എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി അതില് കതബ കതബ എന്ന് പറയുമ്പോ തസ്നിയാണ്, ദ്വിവചനം. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇതൊരു വേർഡാണ്, ദ്വിവചനത്തെ സൂചിപ്പിക്കുന്നതാണ്, പുല്ലിംഗമാണ്, സ്ഥലത്തില്ലാത്തവനെ സൂചിപ്പിക്കുന്നു, അനുവാദ ക്രിയയാണ്, ഭൂതകാലത്തിന്റെ മേൽ അറിയിക്കുന്ന വേർഡാണ്, ആൾ അറിയപ്പെട്ട ആളാണ്, ഇതിലുള്ള സർവ്വനാമം ഹുമയാണ്. അതേപോലെ കതബു എന്ന് പറയുമ്പോൾ ഇതൊരു വേർഡാണ്, ബഹുവചനമാണ്, പുല്ലിംഗമാണ്, സ്ഥലത്തില്ലാത്തവരെ സൂചിപ്പിക്കുന്നതാണ്, അനുവാദ ക്രിയയാണ്, ഭൂതകാലത്തിന്റെ മേൽ അറിയിക്കുന്ന ഭൂതകാലത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്, അറിയപ്പെട്ട ആളെ സൂചിപ്പിക്കുന്നതാണ്, ഇതിലുള്ള സർവ്വനാമം ഹും എന്നുള്ളതുമാണ്. അങ്ങനെ അങ്ങനെ പറഞ്ഞു പോരണം. അറിയില്ലേ? ഓക്കെ അല്ലേ? എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതിയോ? സംഭവം എഴുതി കഴിഞ്ഞില്ലേ? ഇനി നമ്മളെന്ത് ചോദിച്ചാല് വളരെ ഈസി ആയിരിക്കും, നമുക്ക് പ്രയാസം ഉണ്ടാവൂല. നിങ്ങള് പ്രയാസം തോന്നരുത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി നമ്മള് പുല്ലിംഗത്തെ പറ്റിയല്ലേ പറഞ്ഞേ? ഇപ്പൊ പുരുഷന്മാരെ പറ്റിയുള്ളതാണ് പറഞ്ഞു. പുരുഷൻ എഴുതി, പുരുഷൻ ഒരാളെ എഴുതി, രണ്ടാളെ എഴുതി, മൂന്നാളെ എഴുതി, രണ്ടിൽ കൂടുതൽ ആളെ എഴുതി എന്നുള്ളതായി. ഇനി നമ്മളത് സ്ത്രീലിംഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നുള്ളതാണ് നോക്കേണ്ടത്. വളരെ എളുപ്പമാണ്, ഈസിയാണെന്ന് വെച്ചാല് കണ്ടോളെ, നമുക്ക് ഇനി കാണുന്നുണ്ടോ? അവിടെ ഉള്ള ഇതാണ്. ഇതാണ് അവിടെ ഉള്ളത്. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ നമ്മളൊരു സ്ത്രീ എഴുതി എന്നാണ് അർത്ഥം പറയുന്നത്. കതബത്ത് എന്ന് പറയുമ്പോ നിങ്ങൾ താഴത്തേക്ക് എഴുതിക്കൊണ്ടോ, പുറത്തേക്കാക്കി എഴുതി കേട്ടോ. ഇത് പുരുഷന്റെ കഴിഞ്ഞല്ലോ.
എന്നിട്ട് അവിടെ നിങ്ങൾക്ക് കുറെ ഉദാഹരണങ്ങൾ പുരുഷന്റെ പറ്റുന്ന കുറെ ഉദാഹരണങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് റെഡിയാക്കണം. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്തു, പുരുഷനെ വിട്ടിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ അവനൊരു പുരുഷൻ എഴുതി, അവർ 2 പുരുഷന്മാരെ എഴുതി, അവർ കുറെ പുരുഷന്മാരെ എഴുതി എന്നുള്ള എങ്ങനെ പറയുന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിന്റെ ഉള്ളിലുള്ള ഈ സംഭവങ്ങളും നമുക്ക് ഓർമ്മയിലുണ്ടായി. ഇനി ഇതേപോലെ സ്ത്രീക്കുണ്ട്, അവിടെ എന്തേ മാറ്റേണ്ടത്, കതബത്ത് എന്ന് പറയുമ്പോ അവൾ ഒരു സ്ത്രീ എഴുതി, അവൾ ഒരു സ്ത്രീ എഴുതി എന്നാണ് കതബത്ത് എന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടെ എന്താ ഉള്ളത്, സീഗത്തുൻ, ഇതൊരു വേടല്ലേ, വേടല്ലേ, ഒരു വേടല്ലേ, ഓക്കെ, ഒരു വേടാണ്, ഏകവചനല്ലേ, അല്ല. അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്യും, അത് മാറ്റി നമ്മൾ അന്നസ് എന്നാക്കി. മുഅന്നസ് കേട്ടോ, മുഅന്നസ് അവിടെ മുദക്കർ പോയി, മുഅന്നസ് പഠിച്ചു വെച്ചു. സ്ത്രീലിംഗമാണ്, പുല്ലിംഗമാണ് എന്ന് പറഞ്ഞോട് നമ്മള് സ്ത്രീലിംഗമാണ്. മറ്റോടത്തുള്ള തന്നെ, പക്ഷെ നമ്മളവിടെ ചെയ്ത് കൊടുത്തു, സീഗത്ത് കഴിഞ്ഞു, വഹദ കഴിഞ്ഞു, പിന്നെ നമ്മളെന്ത് ചെയ്യും, മുഅന്നസ് നിർത്തി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ കുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ വഹദ എന്നുള്ള മുഫ്രദ് എന്ന് പറയാറുണ്ട്, മുഫ്രദ് പറയാം, അതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മളിത് കാണാപ്പാടം പഠിക്കാൻ വേണ്ടി ഒരു വേർഡ് പഠിച്ചിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കാൻ മതി. അത് മുഫ്രദ്, മഅരിഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലി പഠിക്കാറുണ്ട്. പക്ഷെ ആ പഠനം ഇത്ര മെമ്മറിയിൽ പിടിച്ചിട്ടില്ല. ഇത് നമ്മളിങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പതായി കഴിഞ്ഞാല് പിന്നെ ഏത് വേർഡ് കാണുമ്പോഴും നമ്മൾ അവിടെ മറ്റന്നാൾ തപ്പിക്കാർച്ചിലുണ്ട്. അപ്പൊ അത് മുഅന്നസ് സ്ത്രീലിംഗമാണ് അല്ലെ. പിന്നെ വായിബ്, വായിബ് തന്നെ, ഇസ്ബാത്ത്, ഇസ്ബാത്ത് തന്നെ, ഫീല് മാദി, മാദി തന്നെ, മഅറൂഫ്, മഅറൂഫ് തന്നെ. പിന്നെന്താ പ്രശ്നം, ഇതിനെ പറ്റി ഹിയാന്നല്ലേ പറയാം. അപ്പൊ നമ്മളവിടെ ഹുവ മാറ്റിട്ട് ഹിയാക്കി കൊടുത്തു. അപ്പൊ എത്രയും ഈസിയാണ്. നമ്മൾ ആദ്യം ഒരൊറ്റ ടീമിനാണ് പഠിച്ചപ്പോ പിന്നെ ലേസ്റ്റ് ലേസ്റ്റ് മാറ്റേണ്ട പണികളിലൂടെ അല്ലേ. ദമീർ ദറൗഹിയ, ഇതിലുള്ള ദമീർ ഹിയയാണ്. വളരെ ഈസി അല്ലേ. അപ്പൊ മറ്റൊക്കെ അങ്ങനെ സ്പീഡാക്കുമ്പോ ഇപ്പുറത്ത് ഇങ്ങനെ മാറി, നമ്മൾ അറിയാതെ പിന്നെ നമ്മളറിയാതെ കുറെ അറബി വേർഡുകൾ നമ്മൾ ഉള്ളിലേക്ക് കയറും. കാരണം ഈ വേർഡുകൾ ഇങ്ങനെ പഠിക്കുമ്പോ സീറത്ത് എന്നുള്ള അറബി വേർഡ് നമുക്ക് കിട്ടിയല്ലോ, മുദക്കർ എന്നുള്ള കിട്ടി, വഹദാൻ, മുസ്ബത്ത്, ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും അങ്ങനെ കേൾക്കോളും. ശരിയായില്ലേ. ഇപ്പൊ നമ്മളിതിനെ സ്ത്രീലിംഗാക്കി മാറ്റി, പുല്ലിംഗത്തിനെ നമ്മൾ സ്ത്രീലിംഗാക്കി മാറ്റി. എളുപ്പല്ലേ ഉള്ളൂ, ഒരു പ്രയാസം ഇല്ലാതെ കഴിഞ്ഞല്ലേ അല്ലേ. പുല്ലിംഗത്തിനെ സ്ത്രീലിംഗാക്കിയപ്പോ അവിടെ മുദക്കർ എന്നുള്ളടത്ത് മുഅന്നസ് കൊടുത്തു, ഹുവ എന്നുള്ളടത്ത് ഈയും കൊടുത്തു. അർത്ഥം നമ്മൾ അവളൊരു സ്ത്രീ പ്രവർത്തിച്ചു, അവളൊരു സ്ത്രീ എഴുതി എന്ന് പറഞ്ഞു അല്ലേ. ശരിയല്ലേ. അങ്ങനെ ഇനി ഇതിനെ അത് കഴിഞ്ഞോ, ഓക്കെ. ഇനി ഇതിനെ നമ്മൾ എന്താക്കണം, ദ്വിവചനമാക്കണം. ഏകവചനാണ് ഇപ്പത്, ഇനി ദ്വിവചനം. അവൾ 2 സ്ത്രീകൾ എഴുതിയതാക്കണം. അപ്പൊ എന്ത് ചെയ്യും, അല്ലെ. അവിടെ താവ് കൊടുത്തുകൊണ്ട് ഈ അലിഫിനെ കളഞ്ഞു, അതോടുകൂടെ ആ അലിഫിന് തായിനെ കൂട്ടി കൊടുത്തു അല്ലെ. കത്തബന്റെ അവിടെ ഒരു തായിനെ കൂട്ടി കൊടുത്തു, അലിഫ് കൊടുക്കണേ, കത്തബത്ത അല്ലെ. ശരിയല്ലേ. ഒരു പണിയില്ല. നമ്മള് ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലോ, കതബ എന്ന് പറഞ്ഞ ആ സാധനത്തിന്മേലാണ് ഈ കളി മുഴുവനും. എന്ന സാധനം എല്ലായിടത്തും നിലനിൽക്കും. അതിന്റെ വാല അങ്ങോട്ട് നീക്കി, അതിന്റെ കാലം ഇങ്ങോട്ടാക്കി, അർക്കത്ത് അങ്ങോട്ടാക്കി, ഇങ്ങനെ ഇങ്ങനെ കളി നടക്കുള്ളൂ. പക്ഷെ സാധനം ഇത് മാത്രം. ഇത് എത്ര 10-50ഓളം രൂപത്തിലേക്ക് മാറി പറഞ്ഞിങ്ങനെ പോകും. പക്ഷെ നമ്മൾ 14 പഠിച്ചാൽ നമ്മൾ അറിയാതെ 80ഓളം വേർഡ് നമ്മുടെ മനസ്സിൽ വരും. ശരിയല്ലേ. അത് അതിന്റെ ഒരു എളുപ്പ കുറിപ്പ് വിദ്യയുണ്ട്. അപ്പൊ കതബത എന്ന് പറയുമ്പോ എന്തായി, ഓക്കെ അല്ലേ, ഇതൊക്കെ ഓക്കെ അല്ലേ. തസ്നിയ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മുഅന്നസ് ആക്കി കൊടുക്കണം അല്ലേ. വേണ്ടേ, മുഅന്നസ് ആക്കണം. ഇവിടെ മുഅന്നസില്ലേ, ഇവിടെ മുഅന്നസ്, മുഅന്നസ് ഓക്കെ അല്ലേ. തസ്നിയ മുഅന്നസ് എന്താ കേട്ടോ, ശരിയല്ലേ.
അവർ രണ്ട് സ്ത്രീകൾ എഴുതി, അത് ദിവതനാണ്, തസ്നിയത്തുൻ, തസ്നിയ. പിന്നെ മുഅന്നസ് സ്ത്രീലിംഗമാണ്. അപ്പൊ സിയത്ത് തസ്നിയ മുഅന്നസ് വായിബ സിസ്ബാത്ത് ഫീൽ മാദി മഅറൂഫ് ദമീർ ദറു ഹുമ, ദമീറുള്ളത് ഹുമ തന്നെ കേട്ടോ. പുരുഷനും സ്ത്രീക്കും ദ്വിവചനത്തിന്റെ ദമീർ ആണിനും പെണ്ണിനും ഒരുപോലെ ഉണ്ടോ? സ്ത്രീലിംഗായി. ഇനിയൊക്കെ നമ്മള് സ്ത്രീലിംഗാക്കും. ഇനി ഇവിടുന്നൊക്കെ സ്ത്രീലിംഗല്ലേ? ഓക്കെ ഉണ്ടോ അല്ലേ? നിങ്ങൾ ഇവിടെ രണ്ടെണ്ണേ കൊടുക്കേണ്ടി ഉള്ളൂ, മറ്റേത് തന്നെ. അല്ലേ? എന്തായി എന്ന് പറയുമ്പോ അവിടെ എന്താണ്? ഇവിടെ സിയത്ത് മറ്റൊരു തന്നെയാണ്. പിന്നെ തസ്നിയാണ് ഇവിടെ ഉള്ളത്. തസ്നികൾ എഴുതിയോ? തസ്നിയ. പിന്നെ മുഅന്നസ്. ഓക്കെ അല്ലേ? എല്ലാം റെഡി ആയില്ലേ? എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ഏതാ മനസ്സിലാകത്തത്? ഞാൻ പറയാം. ഇവിടെ കതബത്ത് എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പുരുഷന്മാരെ പറ്റി പറഞ്ഞത് കതബ എന്ന് പറഞ്ഞാൽ അവൻ ഒരു പുരുഷന്റെ എഴുതി. അതിന് നമ്മൾ പറഞ്ഞു അത് ഏകവചനം, അതൊരു വേർഡാണ്. അല്ലെങ്കിൽ നമ്മൾ സീഗ എന്ന് പറഞ്ഞു. ഏകവചനാണ് എന്നാണ് അല്ലേ? സിഗത്ത് ഏകവചനം എന്നുള്ളതിന് എടുത്ത് കാട്ടെ എഴുതിയിട്ടില്ലേ? എഴുതി നോക്കണ്ടല്ലോ അല്ലെ? ഇവിടെ എഴുതി. ഇത് ഏതാണ്? വാഹിദാൻ. അതെ, ഏകവചനം. ഇത് അവൻ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഏകവചനം തന്നെയാണല്ലോ, ഉറപ്പല്ലേ? ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുദക്കർ. മുദക്കറിന്റെ ഇവിടെ എന്താണ് മലയാളത്തിൽ പുല്ലിംഗമാണ്. പിന്നെ എന്താണ്? വായിബ്. അപ്പൊ വായിബിന് സ്ഥലത്തില്ലാത്തവർ അവൻ എന്നാണല്ലോ പറയാം, ആളുകളല്ല. പിന്നെ എന്താണ്? അത് ഇസ്ബാത്ത്, അനുവാദക്രിയ എന്ന് പറഞ്ഞാൽ ചെയ്തില്ല എന്നല്ല, എഴുതിയിട്ടില്ല എന്നല്ലല്ലോ ഇവിടെ അർത്ഥം. എഴുതിന്നല്ലേ? എഴുതിയിട്ടില്ല എന്നാവുമ്പോ എന്താണ്? അത് നബി എന്നാ പറയാം. എഴുതി എന്നാവുമ്പോ അത് ഇസ്ബാത്ത്, അനുവാദക്രിയ ചെയ്തു ഉള്ളത്. അത് കഴിഞ്ഞു. എന്ന് പറഞ്ഞാല് ഭൂതകാലം, കഴിഞ്ഞ കാലത്ത് പോയി ആണ് ഈ സാധനം കതബ എന്നുള്ളത്. അതായത് എഴുതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയില്ലേ? പിന്നെ പേര് മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ മഅറൂഫ്. മഅറൂഫ് എന്ന് പറഞ്ഞാല് അറിയാം, ആളെ നമുക്കറിയാം അവൻ എന്ന് പറയുമ്പോ. പിന്നെ ലമീർ ഹുവ, ഇതിലുള്ള ലമീർ ഹുവയാണ്, ഇതിലുള്ള സർവനാമം എന്ന് പറഞ്ഞാല് ഈ കതബ എന്നുള്ളതിൽ ഒരു അവൻ എന്ന അർത്ഥം നമ്മൾ പറയല്ലേ? അവൻ എന്ന് പറയുന്ന ആരെയാണ്? ഹുവ എന്ന് പറയുമ്പോ അവനെയാണ് നമ്മൾ അവൻ എന്ന് പറയാം. അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു പറയുമ്പോ അവൻ എന്നുള്ള ആശയം ഹുവ എന്നുള്ളതാണ്. ശരിയല്ലേ? അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു എന്ന് പറയണത് നമ്മൾ പറയുന്നതാണ് ഹുവ എന്നുള്ളതിന് ഇവിടെ നമ്മൾ മനസ്സിൽ എത്തിക്കൊണ്ട് പറയുന്നതാണ്. ഇതേപോലെ ഇനി ഇത് പെണ്ണാക്കിയാലോ? അല്ല, ഈ കതബ എന്നുള്ളതിനെ സ്ത്രീ ആക്കി മാറ്റും. അപ്പൊ നമ്മളെന്താണ് അവിടെ ഇതിന്റെ കതബത്ത് നാക്കും. കതബത്ത് നാക്കുമ്പോ ഇനി നമ്മളവിടെ എന്താ വെച്ചാൽ അപ്പൊ അവിടെ ഒരു സ്ത്രീ എഴുതി എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു സ്ത്രീ എഴുതി കതബത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഏകവചന അല്ല, ഒരു വേർഡാണല്ലോ അത്. ഏകവചനാണ്. മുദക്കറാണോ? അല്ല, മുഅന്നസ്. ഇവിടെ എഴുതിക്കണം. മുഅന്നസ് എടുത്തു പുറത്ത് എഴുതിക്കണം. അത് എഴുതിയുള്ളൂ കേട്ടോ. മുഅന്നസ്. മുഅന്നസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീലിംഗം അല്ലേ? അപ്പൊ അങ്ങനെ ഇതിലിപ്പോ നമ്മള് സ്ത്രീലിംഗം അപ്പൊ ഇവിടെ മുദക്കർ സ്ത്രീലിംഗാക്കി. പിന്നെ ബാക്കി എന്താണ്? വായിബ്. വായിബ് തന്നെയാണ് അല്ലെ? അവളെന്ന് പറയുമ്പോ അത് ഇസ്ബാത്ത്, അനുവാദം. അവിടെ എഴുതിയതല്ലേ? പിന്നെ ഫീല് മാറി, കഴിഞ്ഞ കാലത്തിന്റെ പേരറിയാം. അവിടെ ചെയ്ത മഅറൂഫ്, അവിടെ നമുക്കറിയാം ദമീർ ദറു, ഇതിലുള്ള ദമീർ ഹുവയാണ് എന്നുള്ളത് അവൾ എന്നാണ്. അപ്പൊ അവൾ എന്നുള്ളത് ഹിയാന്നാണ് അല്ലെ? ഹിയാന്നാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമ്മളെന്താ വെച്ചാൽ ഇനി ഈ സ്ത്രീലിംഗത്തെ നമ്മൾ ദ്വിവചനമാക്കും. അതാണ് ഇപ്പൊ നമ്മളെ നമ്മളിപ്പോ പറഞ്ഞ പെണ്ണിനെ പറ്റി പറഞ്ഞ. ഇനി അവളെ ദ്വിവചനമാക്കിയപ്പോഴാണ് ഇതിങ്ങനെ നിങ്ങള് അടുത്താണോ? റൂമിലൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞു, തസ്നിയന്റെ കഴിഞ്ഞു. നിങ്ങളൊക്കെ എഴുതിയില്ലേ? തസ്നിയ ഒക്കെ ഇല്ലേ? റെഡി ആയില്ലേ? നിങ്ങൾക്കൊക്കെ അതിന്റെ സി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തസ്നിയന്റെ കതബത്താന്നുള്ളിന്റെ
ശരിയല്ലേ? സിയത്ത് തസ്നിയ മുഅന്നസ് വായിബ ഇസ്ബാത്ത് ഫീൽ മാറൂഫ് തമീർ ദറോ ഉമ്മ. സാബിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എല്ലാവരും കേട്ടോ. ഇത് ഒരു 2 ദിവസം മുമ്പ് വന്നുകൊണ്ടാണ്, അല്ലാതെ ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ 2-3 ക്ലാസ്സിൽ ചെറിയ കുടുംബം കേട്ടോ. പിന്നെ അപ്പൊ തസ്നിയന്റെ കഴിഞ്ഞു ഇല്ല, തസ്നിയന്റെ അവിടെ എന്തെങ്കിലും തട്ടിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്യണത്. ക്യാപ്റ്റൻ ഉണ്ടാവും അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾ എഴുതുമ്പോ അവ്യക്തത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എഴുതുമ്പോ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നാലേ നിങ്ങൾക്കത് തലയിൽ കയറി ഇരിക്കുള്ളൂ. പറയുമ്പോ അത് വളരെ എളുപ്പമായിട്ട് തന്നെ ആയിരിക്കും, എളുപ്പം തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാല് ഫസ്റ്റിലാകുമ്പോ നമുക്ക് അതിന്റെ ഒരു അതിന്റെ അവ്യക്തത ഉണ്ടാവും. ഓക്കെ, ഇനി ജമ്പക്ക് പോയല്ലേ? ജമ്പക്ക് പോവാം. ഇത് പ്രശ്നമല്ല കേട്ടോ മോനെ, അത് എളുപ്പം ശരിയായി കിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി ഇപ്പൊ എന്താ പറയാ, സ്ത്രീലിംഗത്തിന്റെ ഏകവചനം അവിടെ കഴിഞ്ഞു. സ്ത്രീലിംഗത്തിന്റെ ദ്വിവചനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അവിടത്തെ ദ്വിവചനം എന്ന് പറഞ്ഞു. മുഅന്നസ് സ്ത്രീലിംഗം എന്ന് പറഞ്ഞു. ഇനി കതബു എന്നാണല്ലോ ഉള്ളത്, പുല്ലിംഗ അല്ലേ? ഇവിടെ കതബു എന്ന് പറയുമ്പോ പുല്ലിംഗ. അവർ കുറെ പുരുഷന്മാരെ എഴുതിയതല്ലേ? അവൻ അവിടെ കുറെ സ്ത്രീകളെ എഴുതിയെന്ന് എങ്ങനെ പറയാ? അതെങ്കിലും ഓർമ്മ ഉണ്ടോ? കതബത്ത് ഇവിടെ കഴിഞ്ഞു. അവളൊരു സ്ത്രീ എഴുതി. കതബത്തുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ ഉണ്ടാവും. കതബന എന്ന് പറയുമ്പോ നമ്മളെ എഴുതിയത്. ആ അതെ, കറക്റ്റ്. വെറും ഒരു നൂനിന് 10 മാത്രം ഇട്ടാൽ കതബിന, അവളെ എഴുതി. ഇതല്ലേ കതബിന. അവർ കുറെ സ്ത്രീകളെ എഴുതി. ശരിബിന, അവർ കുറെ സ്ത്രീകൾ കുടിച്ചു. ലറബിന, അവർ കുറെ സ്ത്രീകൾ അടിച്ചു. അങ്ങനെ ആവും. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഈ കത്തബ എന്ന് പറഞ്ഞ സാധനം അവിടെ കേട് കഴിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ മറക്കരുത്. കത്തബിന സംഭവം എന്താ വെച്ചാൽ ഒരു കാരണവശാലും ഒരു വേർഡ് ഒരിക്കലും അനങ്ങൂല, അത് അങ്ങനെ നിൽക്കും. ആ വേർഡിൽ അങ്ങോട്ട് തിരിക്കുണ്ടാവും, ഇങ്ങോട്ട് തിരിക്കൊക്കെ ഉണ്ടായാലും അത് അവിടെ അസില്, ഒരു വേർഡിന്റെ അസില് എന്നുള്ള ചർച്ച വളരെ സജീവമായി അറബി ഭാഷയിൽ നടക്കുന്നതാണ്. അപ്പൊ കതബിന, ഈ ക ത ബ എന്ന അക്ഷരം അവിടെ കിടക്കുന്നത്. ഇത് എങ്ങനെ തിരിഞ്ഞാലും പറയാം. അപ്പൊ കതബിന, അവർ കുറെ സ്ത്രീകൾ എഴുതി. കതബിന, അവർ കുറെ സ്ത്രീകൾ എഴുതി. ഈ നൂനിന്റെ വാല് നീട്ടിയ കതബിനാകുമ്പോ നമ്മൾ എഴുതിയെന്ന് കേട്ടോ, വാല് നീടാൻ പാടില്ല. അപ്പൊ എന്തായി? അവർ കുറെ സ്ത്രീകൾ എഴുതി. അപ്പൊ ഇവിടെ മുതക്കറായി. ഇവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ഇട്ടാ പോരെ, മുഅന്നസ് പുറത്തുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്തായി? സിയത്ത് ജമ്മു മുഅന്നസ് വായിബ് ഇസ്ബാത്ത് ഫീൽ മാറൂഫ് തമീർ ദറോ ഹുന്നൻ കേട്ടോ. ഇവിടെ ഹുന്നല്ലേ ഉള്ളത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തമീർ ഹുന്നയാണ്. ഹുന്ന. ഓക്കെ അല്ലേ? സിയത്ത് ജമ്മു മുഅന്നസ് വായിബ് ഇസ്ബാത്ത് ഫീൽ മാറൂഫ് തമീർ ദറോ ഹുന്ന. അടുത്ത ആഴ്ച നമ്മൾ ഓക്കെ അല്ലേ? അല്ലെങ്കിൽ പിന്നെ സാബിന് ക്ലാസ് എടുത്താൽ മതി. ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാരും പാടെ കൂടിയിരുന്നാണ്ട് ചർച്ച ചെയ്യാൻ വളരെ ഈസി ആയിട്ട്. പിന്നെ നിങ്ങളെല്ലാരും കൂടെ വന്നിട്ട് പഠിയാത്തവർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങളത് സ്ക്രീനാക്കും. അല്ല ഈ കാര്യമൊക്കെ അറിയാലോ. അപ്പൊ നിങ്ങളെന്ത് ചെയ്തോളി, വന്നളി. കാരണം എന്താ വെച്ചാല് ഇത് പഠിക്കാൻ പറ്റും. അതെ, മറ്റത് എന്താ പറയാ, എല്ലാരും മുമ്പത്തോലും പിന്നുള്ളവരും തമ്മില് കേട്ടോ. അപ്പൊ ഇത് ശരിയല്ലേ? കതബിന. അതെ, ഇൻഷാല്ലാ. അപ്പൊ അടുത്ത ആഴ്ചകൾ മറക്കണ്ട, എല്ലാരും വന്നോളി കേട്ടോ. ഈ ലെവലിൽ തന്നെ ഇൻഷാല്ലാ നമുക്ക് പോകണം. അപ്പൊ ഇത് ശരിയല്ലേ? കതബിന ശരിയല്ലേ? പെണ്ണുങ്ങളുടെ ബഹുവചനം ശരിയല്ലേ? ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ സീന സിയത്ത് ജംഉ മുഅന്നസ് ശരിക്കും വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഹൈ സ്പീഡിൽ വരുന്നത് നമുക്ക് കാണുമ്പോഴേക്ക് സംഭവം തിരിയാ. അതാണ് ഒരു 14 വേർഡേ ചെയ്യുള്ളൂ. ഇങ്ങനെ
ഇതിലിപ്പോ ഇവിടെ കത്തപ്പത്ത് കത്തപ്പത്ത കത്തപ്പിനായപ്പോഴേക്കും കൂടെ ആറണ കഴിഞ്ഞു. ഇനി ഇതിപ്പോ സ്ഥലത്തില്ലാത്തവരെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇനി സ്ഥലത്തുള്ളവരെ കുറിച്ചുണ്ട്. അതും ആറണം കഴിഞ്ഞാല് ഇത് കുറച്ചും കൂടി അപ്പുറത്തേക്ക് എത്തി. പിന്നെ ഞാനൊരാൾ പ്രവർത്തിച്ചു, നമ്മളെല്ലാരും കൂടെ പ്രവർത്തിച്ചു. അതിനുള്ള 2 വേർഡും കൂടിയാൽ 14 ഈ 14 പഠിക്കുന്നതോടുകൂടെ ഈ അറബി ഭാഷയുടെ ഫസ്റ്റ് അമ്പ് നമ്മൾ ചാടി. അത് കഴിഞ്ഞാൽ പിന്നെ അതിലിപ്പോ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കത്തബ അല്ലെ, അതുപോലെ കത്തബ നോക്കി നമ്മളെ ഈ ലെവലിൽ പഠിച്ചു പോകുമ്പോ നമ്മൾ എങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഇത് കത്തബ എന്നുള്ളതല്ലേ, ഫീല് മാതി മാറൂഫ് തമീർ പോവാന്ന്. അപ്പൊ ഇതിന് അനുവാദക്രിയല്ലേ ഇപ്പൊ ഇത്. അപ്പൊ ഈ കത്തബനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബിന ഇവിടെ വരെ എത്തി. അപ്പൊ അർത്ഥം നമുക്ക് മനസ്സിലായി. അവിടെ ഒരു സ്ത്രീ എഴുതി, അവർ 2 സ്ത്രീകൾ എഴുതി, അവർ കുറെ സ്ത്രീകൾ എഴുതി. ഇനി നീ എഴുതി എന്ന് പറയുമ്പോ എന്താ പറയാ? കത്തബുത്ത നീ എഴുതി. കത്തബുത്തുമ നിങ്ങൾ 2 ആളെ എഴുതി. കത്തബുത്തും നിങ്ങൾ കുറെ ആളെ എഴുതി. അപ്പൊ പെണ്ണിനോടാണെങ്കിൽ കത്തബുത്തി നീ എഴുതി. കത്തബുത്തുമ നിങ്ങൾ 2 ആളെ എഴുതി. കത്തബുത്തുന്ന നിങ്ങൾ കുറെ ആളെ എഴുതി. പിന്നെ ഞാൻ എഴുതി എന്ന് പറയണ്ടേ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? കാണാതെ പഠിക്കും. കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബിന കത്തബത്ത കത്തബത്തുമ കത്തബത്തും കത്തബത്തി കത്തബത്തുമ കത്തബത്തുന്ന കത്തബത്ത് കത്തബിന. അത് ഈസി ആയിട്ട് പാടി നമുക്ക് ഇത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോ അങ്ങനെ പറഞ്ഞു വരും. അപ്പൊ നമ്മളെന്താ വെച്ചാൽ, അപ്പൊ അവൻ ഒരു പുരുഷൻ എഴുതി എന്ന ആശയത്തിന്റെ ഈ 14 നമ്മൾ പഠിക്കുമ്പോ ഇനി അവനൊരു പുരുഷൻ എഴുതിയിട്ടില്ല എന്നുള്ളതിന് എന്താക്കുക? ഒരു മാ കൂട്ടിയാ മതി. ഒരു മാ കൂട്ടി. അപ്പൊ എന്തായി? 14 വേർഡില് എന്താണ്? ഞാൻ എഴുതിയിട്ടില്ല, നമ്മളെ എഴുതിയിട്ടില്ല, നീ എഴുതിയിട്ടില്ല, അവളെ എഴുതിയിട്ടില്ല, നിങ്ങൾ കുറെ സ്ത്രീകൾ എഴുതിയില്ല. ഇതെല്ലാം 14 വേർഡിനും എന്ത് ചെയ്തു? നെഫീന് മറിഞ്ഞു വന്നു. അത് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളത് പഠിക്കാതെ നമ്മളെ മെമ്മറിയിൽ ആ സാധനം കയറിയിട്ട് ഈ മാ കൂട്ടി കൊടുക്കേണ്ട പണി നമുക്ക് കൊണ്ടിട്ടുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഈ 14 കൂടി നമുക്ക് എന്തായി? 14 കൂടി വന്നു, 28 നമുക്ക് അധ്വാനം എവിടെ വന്നിട്ടുള്ളൂ? ഈ 1ാമത്തെ പഠിക്കുന്നിടത്തെ അധ്വാനം വന്നിട്ടുള്ളൂ. ഇല്ലാന്നാവും ഇതിലല്ലേ. അപ്പൊ ഇവിടെ മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ? ഒരു കുറഞ്ഞൊരു പണി സ്റ്റാർട്ടിങ്ങിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മള് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയാതെ കുറെ വേർഡുകൾ കാണാൻ പറ്റും. ഇനിയിപ്പോ വേറൊരു ഉദാഹരണം പറയാം. എഴുതപ്പെട്ടു എന്നാണ് വിളിക്കുന്നത്. സ്ഥലത്തില്ലാത്ത ആളെ അറിയില്ല, സ്ഥലത്ത് ആളെ അറിയില്ല, എഴുതപ്പെട്ടു എന്നാണ് പറയുന്നത്. മജ്ഹൂല റുബിയ എന്നൊക്കെ പറഞ്ഞേ. ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ലൈഫായ ഹദീസാണെന്ന് പറയാൻ കാരണം എന്താ? റുബിയ എന്നാ പറഞ്ഞത് അല്ലേ. അപ്പൊ അതേപോലെ ആവുമ്പോ എന്താ വെച്ചാൽ ഇപ്പൊ കത്തബ എന്ന് പറഞ്ഞ എഴുതിന്നല്ലേ. അപ്പൊ എഴുതിയ ഒരു ലഘുലേഖ കണ്ടു, ആരെയും അഡ്രസ് ഒന്നുമില്ല, ഒരാളെ പറ്റി തോന്നിയ ശരി ഒരു ലഘുലേഖ വിതരണം ചെയ്താൽ. അപ്പൊ എന്താ പറയാ? ഒരു ലഘുലേഖ ആരാണ് എഴുതിയെന്നൊന്നും അറിയില്ല കേട്ടോ, വളരെ മോശമായിട്ടാണ് നമ്മള് പറയല്ലോ. അപ്പൊ ആളെ അറിയാത്ത രംഗം വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ കതബ എന്നുള്ളത് എന്താവും? കുത്തിബയാകും. കൂത്തിബ. ഇത് കാഫിന് എന്ത് ചെയ്താൽ മതി? പത്തയിന്റെ അവിടെ നമ്മ എടുത്തിട്ട് തായിന് കെസറൂട്ടാല് കുത്തിബയായി. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ മാതിരി എഴുതപ്പെട്ടു എന്നാണ്, ആളെ അറിയില്ല എന്ന് പറയാം. അപ്പൊ കുത്തിബ കുത്തിബ കുത്തിബു കുത്തിബത്ത് കുത്തിബത്ത കുത്തിബന കുത്തിബത്ത കുത്തിബത്ത നേരത്തെ നമ്മൾ ആ 14 കാണാപ്പാടം പഠിച്ചല്ലോ. അതേപോലെ ഇതാണ് ചെല്ലും നമ്മൾ. മജൂലായി മാറൂഫ് അറിയപ്പെട്ടത്, മജൂലാണ് അറിയപ്പെടാത്തത്. അപ്പൊ എന്തായെന്ന് വെച്ചാൽ നാളത്തെ നമ്മള് 14 കൂടി 14 കൂടി കൂട്ടി 28, അതിൽ കൂടി നമ്മള് 14 കൂടി കൂടി അപ്പൊ 42. അപ്പൊ ഈ കുത്തിബിയിൽ എഴുതപ്പെട്ടു എന്നല്ല പറഞ്ഞത്. അപ്പൊ ഒരാൾ എഴുതപ്പെട്ടു അങ്ങനെ എഴുതിയിട്ടുണ്ട് പറയുമ്പോ നമ്മള് പറയാം എഴുതപ്പെട്ടിട്ടില്ല എന്ന് പറയാം. മാ കുത്തിബ. അപ്പൊ എന്തായി? ആ 14 കൂടി കൂടി മാകുത്തിബ മാകുത്തിബ മാകുത്തിബു എന്ന് പറഞ്ഞു പോവുകയാണ്. 64 വേർഡ് ഒറ്റ വേർഡ് പഠിക്കുന്നതിലൂടെ നമ്മളറിയാതെ നമ്മളെ പോക്കറ്റിലായത് മനസ്സിലല്ലേ. അപ്പൊ ഇങ്ങനെ അത് മാതിയിലുള്ളതും മുതാരിയിൽ വരുമ്പോ ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ പിന്നെ കുറ്റി നമ്മൾ ശരിക്കും പഠിച്ചു വെക്കുമ്പോ ബാക്കിയുള്ളതൊക്കെ നമ്മൾക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ പിന്നെ നമ്മള് കുറച്ചൊക്കെ എന്തെങ്കിലും ചെറിയ ഹദീത്തൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ചൊക്കെ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ പോകുക അതിന്റെ അടി കൂടി. അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഹദീത്തും പഠിയും ഭാഷയും പഠിയും ഈ സീലുകളും പഠിയും. അപ്പൊ ഈ ലെവലിലാണ് ഇത് പോകുക. എന്താ വെച്ചാൽ ഇപ്പൊ എന്താ പറയാ ഇങ്ങനെ ആകുമ്പോ നമ്മള് 10-60ഓളം വേർഡ് അറിയാതെ നമുക്ക് കയ്യിലേക്ക് വരികയാണ്.
പക്ഷെ നമ്മളുടെ തടസ്സം എന്താന്ന് വെച്ചാൽ ഈ സാധനം ഒറ്റ സാഹസത്തിന് പറയാൻ കിട്ടുക എന്നുള്ളതാണ്. അത് എന്തിനെന്ന് വെച്ചാൽ നമുക്കിത് ശരിക്കൊന്ന് കാണുമ്പോഴേക്കും നമ്മൾക്ക് പിടിക്കണം, ചിന്തിക്കാൻ പറ്റാത്ത കോലത്തില്. ഇപ്പോ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി തിരിച്ചാക്കുന്ന തിരിയും ചവിട്ടിയാ മുന്നോട്ട് പോകും ഒക്കെയാണല്ലോ. അത് ശരിക്കും ഓടിപ്പിച്ചെങ്കിൽ തന്നെ ഒരാൾക്ക് റോഡിൽ കൂടി പോകാൻ കഴിയുള്ളൂ. സംഗതി പറഞ്ഞാൽ നമുക്ക് സംഭവം മനസ്സിലാവും ഇതിനുള്ളതാണെന്നൊക്കെ. അപ്പൊ എന്നതുപോലെ തന്നെ ഏത് കാര്യത്തിലും എന്താ വെച്ചാൽ അത് ശരിക്കും പ്രയോഗിക്കണം. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ. അപ്പൊ ഇതിപ്പോ മാറിയാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ മുസ്തഖ്ബിൽ, അതായത് മുലാരി, ഭാവി കാലത്തിന് വരുമ്പോ കഥബാന്തിലൊടുക്കി എത്തുപൂന്ന് എത്തുപൂന്നുള്ളതും തന്നെ എത്തുബി എത്തുബാൻ എത്തുപൂലെന്ന് പറഞ്ഞിട്ട് നമ്മളതിന്റെ 14 പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇനി മുലാരിന്റെ ഏതെല്ലാം ഐറ്റംസ് ഉണ്ടോ അത് മുഴുവനാണ് വരും. അപ്പൊ അവിടെ എത്തുപൂന്റെ അവിടെ എന്നുള്ള അക്ഷരം അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ, ഇവിടുത്തെ വഹദാനും ഇവിടുത്തെ തസ്നി ഇവിടുത്തെ ജമ്മുക്ക നമ്മളെ മനസ്സിൽ ഓർമ്മയിലുണ്ടാവും, ഇല്ലേ? അപ്പൊ ആ ലെവലിൽ നമ്മൾ കുറച്ചാണ് പോകണം. അപ്പൊ നിങ്ങള് ഈ എഴുതിയത് എന്ത് ചെയ്യാ, ശരിക്കും പഠിക്കുകയും ചെയ്യാം. കുറച്ച് അറബി വേർഡുകൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ അത് സംഭവം എന്ന് വെച്ചാല് ഈ കാരാന്നിലോടത്ത് 2 അക്ഷരമല്ല 3 അക്ഷരം ഉണ്ട്. കാഫ് കഴിഞ്ഞിട്ട് അലിഫ് ഉണ്ട്, കാല. അപ്പൊ 3 അക്ഷരം തന്നെ. 3 അക്ഷരം ഇല്ലാതെ അറബി ഭാഷയിൽ ഒരു പേരും വരില്ല. 3 അക്ഷരം ഉണ്ടാവും. റഅ എന്ന് പറഞ്ഞിടത്ത് അംസ കഴിഞ്ഞിട്ട് ഒരു യാ ഉണ്ട്. റഅ എഴുതുമ്പോ ഉണ്ട്. എല്ലാം അറബിയിൽ ഒരൊറ്റ വേർഡ് 3 അക്ഷരങ്ങൾ ഇല്ലാതെ വരും. 3 അക്ഷരത്തിൽ താഴെ വരില്ല. മനസ്സിലായില്ലേ? കർമ്മത്തിന്റെ വേർഡിൽ കർത്തരി പ്രയോഗത്തിൽ വരുമ്പോ അല്ലെങ്കിൽ കർമ്മണി പ്രയോഗത്തിൽ വരുമ്പോ അങ്ങനെ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് ഏതായാലും അൽഹംദുലില്ലാ ഇത് ശരിയായില്ലേ നിങ്ങൾക്ക്? അവിടെ അവസാനിപ്പിക്കല്ലേ നമ്മളിന്ന്? പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി പഠിപ്പിച്ച. അപ്പൊ നാളെ ഞങ്ങൾ നോമ്പൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കൊള്ളൂ. അപ്പൊ അടുത്ത ആഴ്ചകള് ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും.